1967 ഐക്യമുന്നണി മന്ത്രിസഭ വന്നപ്പോ മുസ്ലിം ലീഗിന് ഒരു സീറ്റ് മാത്രമേ കൊടുക്കൂ എന്ന് ഐക്യമുന്നണിയുടെ ചില നേതാക്കന്മാർ പറഞ്ഞു. ബാഫക്കി തങ്ങൾ പൂക്കോയ തങ്ങളോട് ആലോചിച്ചു, 2 സീറ്റ് കിട്ടാനുള്ള അർഹത മുസ്ലിം ലീഗിനുണ്ട്, 1 സീറ്റേ കൊടുക്കുള്ളൂ എന്നാ പറയണത്. എന്ത് ചെയ്യണമെന്ന് പൂക്കോയ തങ്ങളോട് ചോദിച്ചു. പൂക്കോയ തങ്ങളുടെ തീരുമാനം ഇതായിരുന്നു: 2 സീറ്റിന് പകരം 1 സീറ്റേ തരുന്നുള്ളൂവെങ്കിൽ ആ സീറ്റ് എടുക്കണ്ട, പുറത്തുനിന്ന് പിന്തുണ കൊടുത്താൽ മതി എന്ന് പാണക്കാട് പൂക്കോയ തങ്ങൾ ബാഫക്കി തങ്ങളോട് പറഞ്ഞു. ഒറ്റ സീറ്റിന്റെ ഔദാര്യം വേണ്ട, ആണത്തത്വത്തോടുകൂടി മന്ത്രിസഭയിൽ നിന്ന് പോരാതെ പുറത്തുനിന്ന് പിന്തുണ കൊടുക്കുക. ആ ശക്തമായ തീരുമാനം ബാഫക്കി തങ്ങൾക്കും സമ്മതമായി. പക്ഷേ ഏകോപന സമിതിയിൽ ശക്തമായിട്ട് ലീഗ് വാദിച്ചപ്പോ 2 സീറ്റ് തന്നെ അവസാനം ലഭിച്ചു. വീണ്ടും ബാഫക്കി തങ്ങൾ ആരാഞ്ഞു, ഈ 2 സീറ്റിലേക്ക് ആരാണ് നമുക്ക് നിർത്താൻ ഏറ്റവും യോഗ്യർ? പൂക്കോയ തങ്ങൾ പറഞ്ഞു, 1 CH, 2 ബാപ്പുക്കുരിക്കൾ എന്ന്. ഏറ്റവും അർഹവും ഏറ്റവും യുക്തവുമായ തീരുമാനമായിരുന്നു ഏത് കാര്യത്തിലും പാണക്കാട് പൂക്കോയ തങ്ങൾ എടുത്തത്. അസാമാന്യമായ ദൃഢനിശ്ചയം, ഉറച്ച തീരുമാനം. ഈ ഉറച്ച തീരുമാനവും അസാമാന്യമായ ദൃഢനിശ്ചയമൊക്കെ ഉള്ള ആളുകൾക്ക് ഒരു പരുക്കൻ ഭാവം ഉണ്ടാവും, ഒരു ഉരുക്ക് മനുഷ്യന്റെ ഭാവം. അവിടെയാണ് പൂക്കോയ തങ്ങളുടെ പ്രത്യേകത. പൂക്കോയ തങ്ങൾക്ക് അത് അല്പം പോലും ഉണ്ടായിരുന്നില്ല. പൂക്കോയ തങ്ങൾ ഒരു ഉരുക്ക് മനുഷ്യനാണെന്ന് പറയുമ്പോൾ വളരെ സൂക്ഷിക്കണം. സൗമ്യനായ ഉരുക്ക് മനുഷ്യൻ എന്ന് പറയണം. സൗമ്യനായ എന്ന് കൂട്ടിച്ചേർത്തിട്ടേ ഉരുക്ക് മനുഷ്യൻ എന്ന് പറയാവൂ. കാരണം ഉരുക്ക് മനുഷ്യന്റെ പാരുഷ്യമോ കാഠിന്യമോ ഗൗരവമോ പാണക്കാട് പൂക്കോയ തങ്ങൾക്കുണ്ടായിരുന്നില്ല. മുല്ലപ്പൂവിന്റെ പരിമളം എന്ന് പറഞ്ഞാൽ പോരാ, മൃദുലത, സൗമ്യത, ഇത് രണ്ടും കൂടി എങ്ങനെ ഒരാളാവുക? വളരെ പാവം, സൗമ്യൻ. അങ്ങനെയുള്ള ആൾക്കൊരു ഉരുക്ക് മനുഷ്യനാകാൻ കഴിയില്ല. ഒരു ഉരുക്ക് മനുഷ്യന് ഒരു സൗമ്യനും ആകാൻ കഴിയില്ല. ഇത് രണ്ടും കൂടി ഒന്നിച്ച് ഒരു വ്യക്തിയിൽ സമ്മേളിക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ പാണക്കാട് പൂക്കോയ തങ്ങളുടെ ജീവിതത്തിൽ കാണാൻ കഴിയുന്ന മഹാത്ഭുതമാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ശാന്തനായി നിശബ്ദനായി എല്ലാം കേൾക്കുമ്പോ, തിരക്ക് പിടിച്ചൊരു മനുഷ്യൻ എല്ലാവരെയും പരിഗണിക്കുന്നത് കാണുമ്പോ ആ സൗമ്യത നമ്മുടെ മുമ്പിൽ വെളിവായി തീരും. പൊട്ടിത്തെറികളെ മുഴുവൻ പതറാതെ നേരിടും. ന്യായാധിപനാകുമ്പോ വിവാഹം, സ്വത്ത് കേസ്, അന്യായം, അനീതി, മര്യാദകേട് തുടങ്ങിയ കേസുകൾക്ക് വിധി പറയുമ്പോൾ സാധാരണ കാണാൻ കഴിഞ്ഞൊരു പ്രത്യേകതയുണ്ട്. സൗമ്യൻ എന്ന് ഞാൻ ഇവിടെ പറയുകയുണ്ടായി, അങ്ങേയറ്റം സൗമ്യത. പക്ഷേ അന്യായം, അനീതി, മര്യാദകേട് ഇത് കാണുമ്പോൾ, അന്യായവും അനീതിയും മര്യാദകേടും കാണുമ്പോൾ ആ വെളുത്ത മുഖം വിവർണമാകും. അന്യായത്തോടും അനീതിയോടും മര്യാദകേടിനോടും പ്രതികരിക്കണമെങ്കിൽ ഒരാൾക്കൊരു പക്ഷേ ഒരുപാട് ഒച്ചയിട്ട് സംസാരിക്കേണ്ടതായിട്ട് വരും. മഹാനായ പൂക്കോയ തങ്ങൾക്ക് അള്ളാഹു നൽകിയ സിദ്ധി ഒന്നും പറയണ്ട. മുഖം വിവരണമാകുന്നത് കണ്ട പെട്ടെന്ന് സിഗ്നൽ കിട്ടും, പെട്ടെന്ന് ആളുകൾക്ക് കാര്യം മനസ്സിലാവും. ഒരു മഹല്ലത്തിൽ പാണക്കാട് പൂക്കോയ തങ്ങൾ ഒരു തർക്കം തീർക്കാൻ പോയി. എനിക്ക് പരിചയമുള്ള മഹല്ലാണ് ആ മഹല്ല, എന്നും എനിക്കറിയാം. ആ സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ ഒരു തർക്കം തീർക്കുന്നതിനിടയിൽ മഹാനായ പൂക്കോയ തങ്ങളുടെ മുമ്പിൽ വെച്ച് 2 ആളുകൾ വാക്തർക്കത്തിൽ ഏർപ്പെട്ടു. തർക്കം തീർക്കാൻ പോയപ്പോ ഉടൻ തന്നെ മുഖം വിവർണമായി. ഈ മുഖം വിവർണമാകുക എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആളുകൾക്ക് പിന്നെ ഭയപ്പാടും പരിഭ്രമവും വിഷമവും ആശങ്കയും വരാൻ അതിലപ്പുറം ഒരു സിഗ്നൽ ആവശ്യമില്ല, അതിനേക്കാൾ ഒരു അടയാളം ആവശ്യമായിരുന്നില്ല. ഇങ്ങനെ ഒരു നേതാവ് പൂക്കോയ തങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുല്യൻ, അദ്വിതീയൻ, അനന്യസാധാരണം എന്ന് പറയാവുന്ന രീതി. പൂക്കോയ തങ്ങൾ എഴുന്നേൽക്കാൻ വേണ്ടി തീരുമാനിച്ചു ആ സദസ്സ് വിട്ടു പോകാൻ. അപ്പോഴേക്ക് ആളുകൾ പിടിച്ചിരുത്തി, തങ്ങൾ പോകരുത് എന്ന് പറഞ്ഞു. അത്തരം മഹല്ലത്തുകളിലൊക്കെ അത്തരം സംഗതികളിലൊക്കെ പിൽക്കാലത്ത് വലിയ കശപിശകൾ ഉണ്ടാകുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. പൂക്കോയ തങ്ങളുടെ മുഖം വിവർണമായി ചുവന്ന് അസംതൃപ്തി തോന്നിയ സന്ദർഭങ്ങൾക്ക് ശേഷവും കണ്ടിട്ടുണ്ട്. ആ ദൃഢനിശ്ചയത്തിന്റെ മുമ്പിൽ, ആ ഉന്നതമായ തീരുമാനങ്ങളുടെ മുമ്പിൽ അന്യായത്തോടുള്ള അടങ്ങാത്ത
പ്രതിഷേധവും അമർഷവും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നാണ്. വലിയ സാമൂഹിക സമത്വവാദിയായിരുന്നു പാണക്കാട് PMSA പൂക്കോയത്തങ്ങൾ. സാമൂഹിക സമത്വം പലരും പറഞ്ഞു, ചിലരൊക്കെ എഴുതിയിട്ട് തീർത്തു. പൂക്കോയത്തങ്ങൾ സാമൂഹിക സമത്വം പ്രവൃത്തിയിലൂടെ സ്ഥാപിച്ചു. എന്താണ് സാമൂഹിക സമത്വം? എല്ലാം ഒരുപോലെ, എല്ലാവരും ഒരുപോലെ എന്ന് പാണക്കാട് പൂക്കോയത്തങ്ങൾ പ്രവൃത്തിയിലൂടെ കാട്ടിത്തന്നു. വലിപ്പച്ചെറുപ്പമില്ല, ഉയർച്ചയില്ല, താഴ്ചയില്ല, ഉയർന്നവനോ അധമനോ ഇല്ല, എല്ലാവരും ഒരുപോലെ. പാണക്കാട്ടെ കോലായ പോലെ എന്ന് പറയാൻ സാധിക്കുന്ന രീതിയിൽ. അതുമല്ലെങ്കിൽ വിശ്വമഹാകവി അല്ലാമ ഇക്ബാലിന്റെ വരികൾ കടമെടുത്ത് പറഞ്ഞാൽ, ഏക് ഹി സഫ് മേം ഖഡേ ഹോ ഗയേ മഹ്മൂദ് അയാസ്, ന കോയി ബന്ദ രഹാ ഔർ ന കോയി ബന്ദ നവാസ്. ഒരേ സഫില് രാജ്യം ഭരിക്കുന്ന മഹ്മൂദും അയാളുടെ വീട്ടിൽ ഗ്ലാസ് കഴിക്കുന്ന വേലക്കാരനും. പാണക്കാട്ട് ഏറ്റവും വലിയ ആള് അലിവ്യാക്കല്ലേ എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയ ആള്, അവിടെ ചെന്ന ആളുകളെ സ്വീകരിക്കുന്ന ആള്. അലിവ്യാക്കാക്ക് സമൂഹത്തിൽ ആളുകൾ കൽപ്പിക്കുന്ന സ്ഥാനം ഏതാണ്? അത് വലിയ സ്ഥാനമാണ്. അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ ഒരു അലിവ്യാക്ക മാത്രമല്ല, എത്രയോ അലിവ്യാക്കമാര്. ആ ഒരു മനുഷ്യർക്കിടയിൽ വിവേചനം കൽപ്പിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ആദർശശാലികൾക്ക് മാത്രം കൈവരുന്ന ഒരവസ്ഥാവിശേഷമാണ്. അതിനോട് ബന്ധപ്പെട്ടതാണ് പാണക്കാട് പൂക്കോയത്തങ്ങളുടെ സമുദായ മൈത്രി. ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിവന്ദനായ നേതാവ് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ അതിന്റെ പച്ചയായ ഉദാഹരണം ഇവിടെ പ്രകടമാക്കിയിട്ടുണ്ട്. അങ്ങാടിപ്പുളം തളിക്ഷേത്രത്തിന്റെ ബന്ധപ്പെട്ട തർക്കം വളരെ പ്രസിദ്ധമാണ്. അത് തീർക്കാൻ പാണക്കാട് PMSA പൂക്കോയത്തങ്ങൾ കാട്ടിയ ഔദാര്യവും കാരുണ്യവും തങ്ങളുടെ പ്രാഗൽഭ്യവും തങ്ങളുടെ സൗമ്യത വഴി രണ്ട് സമുദായങ്ങളെ വലിയ വെല്ലുവിളികളെയും പരീക്ഷണങ്ങളെയും നേരിടാൻ മാത്രം വളരുന്ന ഭീകരമായ പ്രശ്നങ്ങളെ മുളയിൽ തന്നെ നുള്ളുന്ന നേതാവ്. തീപ്പൊരി കത്തിച്ച് കത്തിച്ച് വലുതാക്കലല്ല, അതിനെ അണക്കലാണ് ഒരു നേതാവിന്റെ ജോലി എന്ന് പാണക്കാട് PMSA പൂക്കോയത്തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. അഭിവന്ദനായ ശ്രീ C ഹരിദാസ്, ആ കാലഘട്ടത്തിന്റെ ഒക്കെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിട്ടുള്ള ശ്രീ C ഹരിദാസ്, നമ്മുടെ അഭിവന്ദനായ മുൻ പാർലമെന്റ് മെമ്പർ ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തെ പോലുള്ളവർക്ക് പാണക്കാടുമായുള്ള ബന്ധം എനിക്കറിയാം. അത് കേട്ടറിവിന്റെയോ പഠിച്ചറിവിന്റെയോ ബന്ധമല്ല, നേരിട്ടുള്ള ബന്ധമാണ്. അങ്ങനെ പാണക്കാട് വീട്ടിൽ ഏത് സമയത്തും ശ്രീ C ഹരിദാസിനെ പോലുള്ള അറിയപ്പെടുന്ന വിശിഷ്ടാതിഥികൾ മാത്രമല്ല, സാധാരണക്കാരായ ഹിന്ദുജനം, സാധാരണക്കാരായ ക്രൈസ്തവ ജനം, മുസ്ലിം സഹോദരങ്ങളെ പോലെ അങ്ങോട്ട് ഓടിച്ചെല്ലുന്നത് കാണാൻ നമുക്ക് സാധിക്കും. വിദ്യാഭ്യാസ പ്രചാരകനായ പാണക്കാട് പൂക്കോയത്തങ്ങളെ പറ്റി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഡോക്ടർ ഗഫൂർ, ഡോക്ടർ PK അബ്ദുൽ ഗഫൂർ, MESന്റെ സ്ഥാപകൻ, അദ്ദേഹം പാണക്കാട് പൂക്കോയത്തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പറയുന്നിടത്ത് ഈ 10ാം തരം വരെയെങ്കിലും പെൺകുട്ടികളെ പഠിപ്പിക്കുക എന്ന് പാണക്കാട് പൂക്കോയത്തങ്ങൾ പറയാറുള്ള കാര്യം ഡോക്ടർ ഗഫൂർ അടിവരയിട്ട് പറയുന്നുണ്ട്. മമ്പാട് കോളേജിന്റെ പ്രസിഡന്റായി പാണക്കാട് പൂക്കോയത്തങ്ങൾ പ്രവർത്തിച്ച കാലം ഡോക്ടർ PK അബ്ദുൽ ഗഫൂർ അനുസ്മരിച്ചിട്ടുണ്ട്. അവസാനം ജോലി തിരക്ക് കൊണ്ട് കോളേജിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഞാൻ മാറുന്നുവെന്ന് തങ്ങൾ പറഞ്ഞപ്പോ അവർക്കൊക്കെ വലിയ വിഷമമുണ്ടായി. വിഷമമുണ്ടായിട്ട് അവർ വീണ്ടും പാണക്കാട്ട് ചെന്നു. പൂക്കോയത്തങ്ങളെ കണ്ടിട്ട് പറഞ്ഞു, എന്നാ പിന്നെ മകൻ ശിഹാബ് തങ്ങളെ പ്രസിഡന്റായിട്ട് നിർത്താൻ അനുവദിക്കണം എന്ന് പൂക്കോയത്തങ്ങളോട് അപേക്ഷിച്ചു. അങ്ങനെ മമ്പാട് കോളേജിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാൻ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മൂത്ത മകനോട് പൂക്കോയത്തങ്ങൾ ആവശ്യപ്പെട്ടതും എല്ലാം പറയുന്നുണ്ട്. കാട്ടിലങ്ങാടി യതീംഖാന അനുബന്ധ സ്ഥാപനങ്ങളടക്കം ഇതിന്റെ ഒക്കെ പിറകിൽ ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരു മരുപ്പറമ്പായിരുന്ന ഈ കേരളക്കരയിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായം ബ്രിട്ടീഷ് ഭരണകാലത്തിന് ശേഷം ബ്രിട്ടീഷുകാരുടെ കുടിപ്പക മൂലമായി മാപ്പിളമാരെ നേരിടാനാണ് ബ്രിട്ടീഷുകാർ ഒരു പുതിയ വകുപ്പുണ്ടാക്കിയത്. ഇന്ത്യ രാജ്യത്ത് ഒരു ജനവിഭാഗത്തെ നേരിടാൻ ബ്രിട്ടീഷുകാർ വേറൊരു നിയമം പാസാക്കിയത് മാപ്പിളമാരെ നേരിടാനാണ്, മാപ്പിള ഔട്ട്റേജസ് ആക്ട്. അതിനെതിരെയാണ് MP നാരായണ മേനോനെ പോലെയുള്ള ശക്തന്മാരായിട്ടുള്ള ദേശാഭിമാനികളായ നേതാക്കന്മാർ, മുസ്ലിം നേതാക്കന്മാരും ഒക്കെ ചേർന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ കടുത്ത വെല്ലുവിളികൾ ഉയർത്തുകയും സമരം നയിക്കുകയും ചെയ്തത്. അതിന്റെ ഒക്കെ ഫലമായി സ്വാതന്ത്ര്യം നേടി നോക്കുമ്പോ ഇവിടെ കാണപ്പെട്ടത് ഒരു മരുഭൂമിയാണ്. പഠിപ്പില്ലാത്ത, വിവരമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത എന്നൊക്കെ പറയപ്പെട്ട, എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട ഒരു ജനവിഭാഗം കറങ്ങുന്ന ഫാന്റെ ചോട്ടിലിരുന്നിട്ട്
ശീതീകരിച്ച മുറിയിലിരുന്നിട്ട് ചില ആളുകൾ ഇപ്പോഴും വളരെ സൗകര്യത്തിന് പറയാറുണ്ട് ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണെന്ന് അന്നത്തെ ആളുകൾ പറഞ്ഞു. ബ്രിട്ടീഷുകാരുടെ ബയനറ്റുകളെയും നിറത്തോക്കുകളുടെയും നെഞ്ചത്തേക്ക് ഏറ്റെടുത്ത പൂർവികന്മാരായ പാവങ്ങളെ പറ്റി പറയാൻ എളുപ്പമാണ്. അവർ യാഥാസ്ഥിതികന്മാരും അവർ പുരോഗതിയെക്കുറിച്ച് അറിവില്ലാത്തവരായതുകൊണ്ട് അവർ ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണെന്ന് അവർ പറഞ്ഞു എന്നുള്ളത് വലിയ ഒരു അപരാധമായി ചില ബുദ്ധിജീവികൾ എഴുന്നള്ളിക്കാറുണ്ട്. ജീവനും ബുദ്ധിയുമില്ലാത്തവർക്ക് മാത്രമേ ചരിത്രത്തെക്കുറിച്ച് ഇത്ര വലിയ പരമാബദ്ധങ്ങൾ എഴുന്നള്ളിക്കാൻ സാധിക്കുകയുള്ളൂ. യാഥാർത്ഥ്യം എന്താണ്? നാട് മുടിക്കാൻ വന്ന വെള്ളക്കാരൻ, അറുകൊല ചെയ്യുന്ന വെള്ളക്കാരൻ, ജീവനുള്ള മനുഷ്യന്മാരെ പിടിച്ചിട്ട് ചരക്കുകൾ കയറ്റുന്ന വാഗണിൽ കയറ്റിയിട്ട് വാതിലടക്കുമ്പോ കയ്യും കാലും പുറത്തുപെട്ടപ്പോ ആ കയ്യും കാലും കൂട്ടിയടച്ചപ്പോ നാൽക്കാലികളോട് പോലും ചെയ്യാത്ത ക്രൂരത ചെയ്തപ്പോ തീവണ്ടി വാഗന്റെ ഡോർ അടച്ചപ്പോ അതിന്റെ ഇടയിൽപ്പെട്ട കൈകാലുകൾ അതിന്റെ ഇടയിൽപ്പെട്ട് പ്രാണവേദനയോടെ കരഞ്ഞപ്പോ പോലും അട്ടഹസിച്ച വെള്ളക്കാരൻ, പെങ്ങന്മാരുടെ മാനഭംഗം ചെയ്ത വെള്ളക്കാരൻ, വാഗൺ പോയിട്ട് തുറക്കുമ്പോ അടുത്ത് കിടക്കുന്നവന്റെ മൂത്രം കുടിച്ചിട്ട് അവനെ മാന്തിയിട്ട് മരിച്ചു കിടക്കുന്ന പാവങ്ങളായ ജനങ്ങൾ, വാഗന്റെ ഇളകിയ ആണിയുടെ ദ്വാരത്തിലൂടെ ശ്വാസം പിടിക്കാൻ വേണ്ടി മൂക്ക് ചേർത്ത് പിടിച്ചിട്ട് മരിച്ചു കിടക്കുന്ന പാവപ്പെട്ട ഇന്ത്യക്കാരൻ. ഒരാള് ശ്വാസം കഴിക്കുമ്പോ അവരൻ പറയാണ്, സഹോദര ഇനി നീ ഒന്ന് മാറി നില്ല്, ഇനി ഞാനൊന്ന് ശ്വസിച്ചോട്ടെ. ഒരു തുള്ളി വെള്ളത്തിനല്ല, ഒരു തുള്ളി ശ്വാസത്തിന് ബ്രിട്ടീഷുകാരനോട് ഇരക്കേണ്ടി വന്ന ജനം ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്തിലെ ഈ മലബാറിലെ സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു. അവർ ഇംഗ്ലീഷ് പറയുന്നതാണ് ഈ പാവങ്ങൾ കേട്ടത്. അപ്പൊ അവൻ പറഞ്ഞു, നീ പഴച്ചവൻ, നീ നശിച്ചവൻ, നിന്റെ ഭാഷ ജഹന്നമിന്റെ ഭാഷ പോലെ, ഇത്ര വലിയ ക്രൂരതയും അക്രമവും കാട്ടുന്ന നീ പറയുന്ന ഈ ഭാഷ നരകത്തിലെ ഭാഷ പോലെ. സ്വതന്ത്ര ഇന്ത്യയിൽ ഇരുന്നിട്ട് അഭിപ്രായം പറയാൻ എളുപ്പമാണ്. അവര് ജീവിച്ചത് ബ്രിട്ടീഷ് ഇന്ത്യയിലാണ്. അവര് ജീവിച്ചത് വെടിവെച്ച് കൊല്ലുന്നവരെ നാട്ടിലാണ്. എന്റെ ഒരു വല്യാപ്പാനെ പറ്റി ഉമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്. ജുമഅക്ക് ഖുതുബയും ഇമാമത്തും നിർവഹിച്ച ആളായിരുന്നു. ജുമഅ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്നു. ഖാദിയായിരുന്നു, ഒരു പാവപ്പെട്ട മനുഷ്യൻ. ഒരു വെള്ളക്കാരൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, അതാ പോണെന്ന്. അവിടുത്തെ ഖാദിയാണ്. വേറെ വെള്ളക്കാരൻ വെടിവെച്ചു. ചൂടി പിടിച്ച കൊടയുടെ അകത്തൂടെ കയറിയ വെടിയുണ്ട നേരെ വന്ന് പിന്നിലൂടെ തുളച്ച് മരിച്ചിട്ട് ജുമഅക്ക് ഇമാമത്ത് നിന്ന ഖതീബിന്റെ മയ്യിത്താണ് ജുമഅ കഴിഞ്ഞപ്പോൾ വീട്ടിൽ കൊണ്ടുവരുന്നത്. ഇങ്ങനെയുള്ളവരുടെ രക്തമാണ് നമ്മുടെയൊക്കെ രക്തം. ഇവിടെ ഇരിക്കുന്ന മിക്ക ആളുകൾക്കും അവരുടെ പൂർവ്വ പിതാക്കളിൽ ഇങ്ങനെയുള്ളവർ കഴിഞ്ഞു പോയിട്ടുണ്ടാകും. അവർക്കെതിരെയാണ് ആലി മുസ്ലിയാർ, വാരിയംകുന്നൻ, കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി, ചെമ്പ്രശ്ശേരി തങ്ങൾ, മമ്പുറം സയ്യിദ് അലവി തങ്ങൾ, MP നാരായണ മേനോൻ, ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്, അവരൊക്കെ ഈ നാട്ടിലെ മലബാറിലെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തവരാണ്. പാണക്കാട് കുടുംബത്തിനും ആ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ ഒരു പങ്കുണ്ടായിരുന്നു. പാണക്കാട് പൂക്കോയ തങ്ങളുടെ പരമ്പരയിൽപ്പെട്ട ആറ്റക്കോയ തങ്ങൾ ബ്രിട്ടീഷുകാരുടെ പേടി സ്വപ്നമായിരുന്നു. ജനങ്ങൾ മുഴുവൻ ആറ്റക്കോയ തങ്ങളുടെ പിറകിൽ സംഘടിക്കുകയും അവർ ബ്രിട്ടീഷുകാർക്ക് വലിയ തലവേദന സൃഷ്ടിക്കുകയും ചെയ്തു. നാട് മുടിക്കാൻ വരുന്ന അധിനിവേശ ശക്തിയെ രാഷ്ട്രീയമായിട്ട് മാത്രമല്ല സാംസ്കാരികമായിട്ടും തിരിച്ചറിയണം എന്നാണ് അന്നത്തെ നമ്മുടെ നാട്ടിലെ പൂർവികർ പഠിപ്പിച്ചത്. അവന്റെ സംസ്കാരവും എതിർക്കപ്പെടേണ്ടതാണ്. അത് ഇംഗ്ലീഷിനോടുള്ള വിരോധമല്ല, അവരുടെ മക്കൾ തന്നെയാണ് ഇന്ന് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അന്ന് അക്രമം ചെയ്തവരോട് അത് പറഞ്ഞുവെങ്കിൽ അതിൽ അത്ഭുതമില്ല. അതൊക്കെ കഴിഞ്ഞു നോക്കുമ്പോൾ ശൂന്യതയായിരുന്നു. ആ ശൂന്യതയുടെ മറുപറമ്പിലാണ് ഇന്ന് റാങ്കുകാർ, ഇന്ന് വിദ്യാഭ്യാസ വിപ്ലവം, ഇന്ന് ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അതിന്റെ ഒരു ശില്പി പാണക്കാട് പുതിയ മാളിയേക്കൽ സയ്യിദ് അഹ്മദ് പൂക്കോയ തങ്ങളാണ്. പൂക്കോയ തങ്ങളുടെ മൗനമായ പ്രവർത്തനമാണ്, നിശബ്ദമായ പ്രവർത്തനമാണ്. വിദ്യാഭ്യാസത്തെ പറ്റി പാണക്കാട് പൂക്കോയ തങ്ങൾ ഒരുപാട് പ്രസംഗിച്ച ബുക്ക് ലൈബ്രറി പോയി തിരയണ്ട. മഹാനായ പാണക്കാട് പൂക്കോയ തങ്ങളുടെ ജീവിതം തന്നെയാണ് സന്ദേശം, ജീവിതം തന്നെയാണ് കർമ്മം. ഓരോ നിമിഷവും കർമ്മമാണ്. 24 മണിക്കൂറിൽ 2 മണിക്കൂർ മാത്രം പാണക്കാട് പൂക്കോയ തങ്ങൾ ഉറങ്ങിയിരുന്നുള്ളൂ. പല ദിവസങ്ങളിലും 22 മണിക്കൂറും ജനങ്ങൾക്ക് നീക്കിവെച്ച ആ പ്രവർത്തനമാണ് ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ നാട്ടിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. വാക്കുകൾ മാത്രമല്ല, പ്രവർത്തികളും പാഠമായിരിക്കണമെന്ന് പൂക്കോയ തങ്ങൾ തെളിയിച്ചു. ജീവിതം മുഴുവൻ സാന്ത്വനമാണ് എന്ന് തെളിയിച്ചു. MPM അഹമ്മദ് കുരിക്കൽ മരണശയ്യയിൽ കിടക്കുകയാണ്. ബാപ്പു കുരിക്കൽ 3 ദിവസം ബാപ്പു കുരിക്കളുടെ തലഭാഗത്ത് പൂക്കോയ തങ്ങൾ ഇരുന്നു എന്നാണ് രാവും പകലും. ഇതൊക്കെ ആയിരിക്കണം പൂക്കോയ തങ്ങളുടെ സ്മരണ.
നമ്മളെ സ്വന്തം ഉറ്റ ഒരാളുടെ സോക്കട് കാണാൻ നമ്മളിന്ന് ലോകത്ത് അങ്ങേയറ്റത്തെ ബിസിയായി മാറിയിട്ട് ഭയങ്കര തിരക്ക് ബാധിച്ചിട്ട് ഏറിപ്പോയാൽ പണം കൊടുക്കും മക്കള് ബാപ്പാർക്ക് പോലും, മാതാപിതാക്കൾക്ക് ചികിത്സക്ക് പണം അയച്ചു കൊടുക്കും. വേണ്ടി വന്നാൽ ഇപ്പൊ പുതിയൊരു സംവിധാനം ഉണ്ട്, അതും ചെയ്തു കൊടുക്കും. ഒരു മെയിൽ നഴ്സിനെ വെച്ചു കൊടുക്കും. അയാള് നോക്കിക്കോട്ടെ. 3 ദിവസം രാവും പകലും ബാപ്പുക്കുരുക്കളുടെ തലഭാഗത്ത് പൂക്കോയത്തങ്ങൾ ഇരുന്നു. ബാപ്പുക്കുരുക്കൾ മരിച്ചു. പാണക്കാട്ട് കൊടപ്പനക്കൽ വീട്ടിലേക്ക് പൂക്കോയത്തങ്ങൾ മടങ്ങുമ്പോൾ രാത്രി 2 മണി. അപ്പൊ അവിടെയും തങ്ങളെ കാണാൻ കാത്തു നിൽക്കുന്ന ഒരു ജനക്കൂട്ടം. അവരെ ഓരോരുത്തരെ ആശ്വസിപ്പിച്ച് അവരെ സമാധാനപ്പെടുത്തി സംതൃപ്തരാക്കിയ ശേഷം മാത്രം അകത്തേക്ക് പോകുന്ന പാണക്കാട് പൂക്കോയത്തങ്ങൾ. അത്ഭുതകരമായിരുന്നു പൂക്കോയത്തങ്ങളുടെ സാന്ത്വനം. ആളുകളെ സമാധാനിപ്പിക്കുന്ന രീതി അത്ഭുതകരമായിരുന്നു. ഈ ബാപ്പുക്കുരുക്കൾ മരിച്ചപ്പോ ബാപ്പുക്കുരുക്കളുടെ കീഴിൽ ജോലി ചെയ്തൊരു നമ്പ്യാരുണ്ടായിരുന്നു. അഹമ്മദ് കുരുക്കളുടെ കീഴിൽ ജോലി ചെയ്തിരുന്നൊരു നമ്പ്യാര് ഇവിടുത്തെ ഹിന്ദു മുസ്ലിം മൈത്രിയുടെ ഒക്കെ വലിയ ഉദാഹരണമാണ്. ഈ നമ്പ്യാർക്ക് ബാപ്പുക്കുരുക്കളുടെ മരണം താങ്ങാൻ കഴിഞ്ഞില്ല. വലിയ ആഘാതം വന്നുപോയി. ഷോക്ക് പറ്റി എന്ന് പറയുമല്ലോ നമ്മൾ, അതൊരു ഉള്ളിലൊരു വലിയ ഷോക്കായി പോയി നമ്പ്യാർക്ക്. അദ്ദേഹത്തിന് ഉറക്ക് കിട്ടാതായി. അങ്ങനെ പേരൂൽ സാഹിബ് ഈ നമ്പ്യാരെ കൂട്ടിയിട്ട് പാണക്കാട് പൂക്കോയത്തങ്ങളടുത്ത് പോയി. ഈ ആദിയിൽ നിന്ന് ഈ മനുഷ്യനെ ഒന്ന് രക്ഷപ്പെടുത്താൻ, ഉറക്കില്ലാത്ത രാത്രികൾക്ക് പകരമായി അദ്ദേഹത്തിനൊരു ആശ്വാസം ഉണ്ടാക്കി കിട്ടാൻ. അങ്ങനെ പാണക്കാട് പൂക്കോയത്തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് 2 പേരും കൂടി പോയി. ചെന്ന ഉടനെ തന്നെ പാണക്കാട് PMSA പൂക്കോയത്തങ്ങൾ ചോദിച്ചു, നമ്പ്യാരോട് ചോദിക്കാനൊരു ചോദ്യം, എന്താ നമ്പ്യാരെ, മനുഷ്യർ മരിക്കാതിരിക്കോ, പോയി ഉറങ്ങിക്കൊള്ളൂ എന്ന് പൂക്കോയത്തങ്ങൾ നമ്പ്യാരോട് പറഞ്ഞു. അതോടുകൂടി നമ്പ്യാരുടെ അവസ്ഥ മാറി. നമ്പ്യാർക്ക് വലിയ ആശ്വാസം വന്നു. പോകുമ്പോ നമ്പ്യാര് പറഞ്ഞു എന്നാണ്, തങ്ങൾപ്പാപ്പ പറഞ്ഞില്ലേ ഇനി ഞാൻ ഉറങ്ങും എന്ന്. അദ്ദേഹത്തിന്റെ അസ്വസ്ഥത അതോടെ അവസാനിച്ചു. ഒരിക്കലും പാണക്കാട് പൂക്കോയത്തങ്ങൾ പറയാത്തൊരു വാക്കുണ്ടായിരുന്നു. ജീവിതത്തിൽ പാണക്കാട് പൂക്കോയത്തങ്ങൾ ഒരിക്കലും പറയാത്തൊരു വാക്ക്, സുഖല്യ എന്നുള്ള വാക്ക്. അത് പാണക്കാട് പൂക്കോയത്തങ്ങൾ പറയുന്നതായിട്ട് ഉറ്റ ബന്ധുക്കളോ അവിടുത്തെ മക്കളോ ഏറ്റവും അടുത്തിടപഴകിയിരുന്നവരോ ഒരിക്കലും കേട്ടിട്ടില്ല. അസുഖങ്ങൾ ഉണ്ടായിരുന്നു, അവസാന ഘട്ടത്തിലും വലിയ അസുഖം വന്നിരുന്നു. പക്ഷെ സുഖമില്ല എന്ന് പാണക്കാട് പൂക്കോയത്തങ്ങൾ പറയുന്നത് അവരാരും കേട്ടിട്ടില്ല. ഇടയ്ക്ക് വല്ല പനിയോ ജലദോഷമോ വന്നാൽ അപ്പോലും സുഖമില്ല എന്ന് പറയില്ല. പനിയോ ജലദോഷമോ വന്നോന്ന് വീട്ടിലെ വീട്ടുകാര് വരെ മനസ്സിലാക്കുക ഒരു രോമക്കുപ്പായം എടുത്തണിയുമ്പോഴാണ്. അപ്പൊ മനസ്സിലാവും. അസുഖം ബാധിച്ച് കിടക്കുമ്പോഴും സന്ദർശകരെ വിലക്കാറുണ്ടായിരുന്നില്ല. സ്വന്തം അസുഖം വരുന്ന സമയത്ത് ഏറ്റവും വലിയ ക്ഷമ, ഏറ്റവും വലിയ സമചിത്തത പൂക്കോയത്തങ്ങൾ പാലിച്ചിരുന്നു. നിര്യാണം പ്രാപിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് പാണക്കാട് അഹമ്മദാജിയെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് നാളെ കോയമ്പത്തൂരിൽ സിയാറത്തിന് പോകണം, അതിന് തയ്യാറായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ കോയമ്പത്തൂരിലാണ് മഹാനായ പൂക്കോയത്തങ്ങളുടെ ആദ്യ ഭാര്യയെ ഖബറടക്കം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങോട്ട് സിയാറത്തിന് പോവായിരിക്കും. ആ സിയാറത്താണ് ഉദ്ദേശിച്ചത്. സിയാറത്തിന് പോകണമെന്നാ പറഞ്ഞത്. അവിടെ പോയി സിയാറത്തൊക്കെ ചെയ്ത ശേഷം കോയമ്പത്തൂരിലെ DMO ആയ ഡോക്ടർ ഉണ്ണിയെ കണ്ടു. ഉണ്ണി ഡോക്ടറെ കണ്ട ശേഷം പൂക്കോയത്തങ്ങൾ അഹമ്മദാജിയോട് പറഞ്ഞു, നമുക്ക് കുറച്ച് ദിവസം ഇവിടെ താമസിക്കേണ്ടി വരും, ഒരു ചെറിയ ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ഡോക്ടർ പറയുന്നത്. ഇതൊക്കെ വലിയ രോഗം വന്ന സമയത്ത് പൂക്കോയത്തങ്ങൾ രോഗത്തെ കൈകാര്യം ചെയ്യുന്ന രീതിയാണ്. സോക്കട് എന്നെ പരിശോധിക്കാൻ പോവാണ്, അതിന് സിയാറത്ത് യാത്രയാക്കി. കൂടുള്ള അഹമ്മദാജി പോലും ഡോക്ടറെ കാണാൻ പോവുക എന്നുള്ള ഒരു അവസ്ഥ ഇല്ല, ആരോടും പറയുന്നില്ല. അവിടെ പോയി ഡോക്ടർ ഉണ്ണിയെ കണ്ടപ്പോഴും ഒരു ചെറിയ ഓപ്പറേഷൻ ചെയ്യണമെന്നാണ്. ഓപ്പറേഷനോ? ആർക്ക് എന്ന് പാണക്കാട് അഹമ്മദാജി ചോദിച്ചു. ആർക്ക്?
അപ്പോൾ പറഞ്ഞു നമുക്ക് ഒരു ചെറിയ ഓപ്പറേഷൻ വേണമെന്ന് നേരത്തെയും പറഞ്ഞിരുന്നു എന്ന് വളരെ വളരെ ലഘുവായി അതൊരു വിഷയമാക്കാത്ത രീതിയിൽ പാണക്കാട് പൂക്കോയ തങ്ങൾ സംസാരിച്ചു. പക്ഷേ വീട്ടുകാരെ അറിയിക്കണ്ട എന്ന് പ്രത്യേകം പറഞ്ഞു. വീട്ടുകാരെ ആരെയും അറിയിക്കണ്ട. എങ്ങനെയോ വിവരമറിഞ്ഞ ബാഫക്കി തങ്ങൾ കോയമ്പത്തൂരിൽ കുതിച്ചെത്തി. ഇങ്ങനെയായിരുന്നു സ്വന്തം അസുഖത്തോട് പോലും പൂക്കോയ തങ്ങളുടെ സമീപനം. പൂക്കോയ തങ്ങൾക്ക് ചികിത്സിക്കാൻ പോലും എവിടെയെങ്കിലും പോകുമ്പോൾ അവിടെയും ഒരു മഹാസമ്മേളനത്തിന്റെ ജനക്കൂട്ടം സമ്മേളിക്കുമായിരുന്നു. ബോംബെയിൽ അവസാന ഘട്ടത്തിന് ചികിത്സിക്കാൻ ബോംബെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ മകൻ അഭിവന്ദനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളും ആ യാത്രയിലുണ്ടായിരുന്നു. ബോംബെയിൽ ആളുകൾ തടിച്ചുകൂടി എന്നാണ്. ആശുപത്രിയുടെ ചുറ്റുവട്ടത്ത് ബോംബെ വലിയ ആശുപത്രിയിലെ ഡോക്ടർമാരും അവിടുത്തെ അധികൃതരും അത്ഭുതപ്പെട്ടു പോയി. ആരാണ് ഈ രോഗി? ആരാണ് ഇത്ര വലിയ VIP രോഗി? പരേതനായ നമ്മളെ കോയിച്ചന്റെ കുഞ്ഞോജിയൊക്കെ ബോംബെയിൽ ഉണ്ടായിരുന്ന കാലമാണ്. അവരൊക്കെ ആളുകളെ നിയന്ത്രിക്കാൻ പാടുപെട്ട അവസ്ഥയാണ്. ആളുകളെ ആശ്വസിപ്പിക്കുന്ന സാന്ത്വനത്തിന്റെ അത്ഭുതകരമായ രീതി. കണ്ണൂർ പുതിയങ്ങാടിയിൽ നിന്ന് കുറെ ആളുകൾ വന്നുകൊണ്ട് പറയുന്നു, ഞങ്ങൾക്ക് അവിടെ കടൽക്ഷോഭമാണ്, പൂക്കോയ തങ്ങൾ വന്ന് പ്രാർത്ഥിക്കണം, തങ്ങൾ പാപ്പ വന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ കണ്ണൂർ പഴയങ്ങാടിക്കടുത്തുള്ള പുതിയങ്ങാടിയിലേക്ക് പൂക്കോയ തങ്ങൾ പുറപ്പെടുന്നു. കാറങ്ങട്ട് എത്തുമ്പോഴേക്ക് നാനാഭാഗത്ത് നിന്ന് വന്ന ആളുകളുടെ സ്വീകരണങ്ങൾ എല്ലാവരും കാണാമെന്ന് സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ച് അവരങ്ങനെ യാത്ര ചെയ്ത് കൊണ്ടുപോകുന്നു. രാത്രി മുഴുവൻ അവരോടൊപ്പം ചെലവഴിക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ നടത്തുന്നു. കടപ്പുറത്ത് പോയിട്ട് അള്ളാഹുവോട് അവർക്ക് വേണ്ടി തേടുന്നു, പ്രാർത്ഥിക്കുന്നു. തൊട്ടടുത്തുള്ള സ്ഥലത്ത് നിന്ന് ആളുകൾ വരുന്നു. ചുടുകാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് പഴയങ്ങാടിക്കടുത്ത്. അവിടുന്ന് കുറെ ആളുകൾ വന്നിട്ട് പറയുന്നു, ഞങ്ങൾ അവിടെയും കൂടി ഒന്ന് വരണം, അവിടെ വന്നിട്ടൊന്ന് ദുആ ചെയ്യണം. അവിടെ വേറൊരു ബുദ്ധിമുട്ടുണ്ട്. അവിടെ അഴിമുഖം വന്നിട്ട് മണ്ണ് കൂടിയിട്ട് അടഞ്ഞു പോയിരിക്കണം. ഈ അഴിമുഖം തുറന്ന് കിട്ടിയാലേ ഞങ്ങൾക്ക് മീൻ പിടിക്കാൻ പോകാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് മീൻ പിടിക്കാൻ പോകാൻ പറ്റില്ല. രാത്രിക്ക് രാത്രി അവിടെ എത്തി. അടഞ്ഞു കിടക്കുന്ന അഴിമുഖത്തിന്റെ ഭാഗത്തുനിന്ന് വന്ന സഹോദരന്മാരിൽ 2 ചെറുപ്പക്കാരെ വിളിച്ചു. 2 ആളെ കയ്യിലും ഒരു കൈക്കോട്ട് മൺവെട്ടി കൊടുത്തിട്ട് പറഞ്ഞു, സുബഹി നിസ്കരിച്ച ശേഷം അഴിമുഖം അങ്ങോട്ട് കീറുക. ആളുകൾ അത്ഭുതപ്പെട്ടു. ഒരുപാട് ആളുകൾ പണിയെടുത്താലും മണ്ണ് നീക്കാൻ കഴിയാത്ത വലിയൊരു അഴിമുഖം. അത് 2 ആളും മണ്ണ് വെട്ടിയോണ്ട് എങ്ങനെ ഇത്ര വലിയ അഴിമുഖത്തെ മണ്ണ് നീക്കുക? അവർ രാവിലെ സുബഹിക്ക് ശേഷം ഒരുങ്ങി. അഴിമുഖത്തിന്റെ പണി തീർന്നു. അഴിമുഖത്തിന്റെ മണ്ണ് നീങ്ങി. അവർക്ക് ആശ്വാസമായി. പാവങ്ങളായ ജനങ്ങൾ മീൻ പിടിക്കാൻ പോയി. പൂക്കോയ തങ്ങൾ സംതൃപ്തനായിട്ട് പാണക്കാട്ടേക്ക് തിരിച്ചു പോരുകയും ചെയ്യുന്നു. പൂക്കോയ തങ്ങൾ കുറച്ചു കാലം കിടന്നിരുന്നത് വീടിന്റെ അകത്തെ മുറിയിലാണ്. പിന്നെ കിടപ്പ് കോലായിക്കടുത്തുള്ള മുറിയിലേക്ക് മാറ്റി. കോലായിക്കടുത്തുള്ള മുറിയിലേക്ക് കിടപ്പ് മാറ്റാനുണ്ടായ സംഭവം ഒരു സാധാരണ സ്ത്രീയാണ്. പനമരത്തുനിന്ന് ഒരു സാധാരണ സ്ത്രീ വന്നു. ആ സ്ത്രീ രാത്രി വന്നു. ആ വന്ന വിവരം അറിഞ്ഞില്ല. അവർ ഉണർന്നപ്പോൾ ചോദിച്ചു, എന്തേ അവർ വന്നപ്പോൾ എന്നെ വിളിക്കാതിരുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഇനി അങ്ങനെ അറിയാതിരിക്കാൻ അകത്ത് കിടക്കണ്ട, കോലായിക്കടുത്തുള്ള മുറിയിലേക്ക് കിടപ്പ് മാറ്റി. പുണ്യ റസൂലിന്റെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പാവപ്പെട്ട സ്ത്രീ കാണാൻ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകന്റെ ഗാംഭീര്യം കൊണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഗാംഭീര്യം കൊണ്ട് ദൂരെ അങ്ങനെ നോക്കി നിന്നാണ്. പ്രവാചകന്റെ ഗാംഭീര്യം കൊണ്ട് അടുക്കാൻ കഴിയുമോ എന്ന് വിചാരിച്ച് മാറി നിന്നിരുന്ന ഒരു സാധാരണ സ്ത്രീയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇങ്ങോട്ട് പോന്നോളൂ, മക്കയിൽ ഉണക്കച്ചപ്പാത്തി തിന്നിരുന്ന ഒരു പെണ്ണിന്റെ മോനാണ് ഞാൻ എന്ന് പരിശുദ്ധ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം പറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒരു ദിവസം ബാഫക്കി തങ്ങൾ പറയുന്നുണ്ട്, ഒരു മാനസിക രോഗിയെയും കൊണ്ട് രാത്രി 3 മണിക്ക് പാണക്കാട്ട് വന്നു കുറെ ആളുകൾ. അപ്പൊ രാത്രി 3 മണിക്ക് അകത്തുനിന്ന് വന്നു. അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു, അവരെ സമാധാനപ്പെടുത്തി. ബാഫക്കി തങ്ങൾ അന്ന് രാത്രി അവിടെ കൊടപ്പനക്കൽ വീട്ടിൽ താമസിച്ചിരുന്നു. ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഒന്നിച്ച് വന്നതാണ്. അന്ന് അവിടെയാണ് ഉറക്ക്. ബാഫക്കി തങ്ങൾ ഇതൊക്കെ കാണുകയാണ്, ഇതിനൊക്കെ സാക്ഷ്യം വഹിക്കണം. രാത്രി 3 മണിക്ക് മാനസിക രോഗിയുടെ ഒപ്പം ഇരിക്കുന്നതും മാനസിക രോഗിയെ ആശ്വസിപ്പിക്കുന്നതും. അപ്പൊ ബാഫക്കി തങ്ങൾ പറഞ്ഞു, സംഗതി ഒക്കെ നല്ലത് തന്നെ, പക്ഷെ ഈ രാത്രി 3 മണിക്കൊക്കെ ഈ എണീറ്റ് വന്നിട്ട് ഇത്ര ഒരു എമർജൻസി അല്ലാത്ത കാരണത്തിന് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്നീ വന്ന ആളുകളോട് ബാഫക്കി തങ്ങൾ സ്നേഹരൂപേണ പറഞ്ഞു. നേരം വെളുത്താലും കാണാലോ, രാത്രി 3 മണിക്കൊക്കെ ഇടങ്ങറാക്കണമെന്നുള്ള മട്ട് പറഞ്ഞപ്പോ പൂക്കോയ തങ്ങൾ പറഞ്ഞു എന്നാണ്, വണ്ടി പോകുന്നത് വരെ പോകട്ടെ എന്ന്.
മമ്പാട് കോളേജിൽ ഒരു പ്രശ്നം ഉണ്ടായി. അവിടെ ഒരു വിദ്യാർത്ഥിയെ പ്രിൻസിപ്പൾക്ക് പുറത്താക്കേണ്ടി വന്നു. പുറത്താക്കിയത് ഒരു വലിയ അറിയപ്പെടുന്ന ഒരാളെ മകനായിരുന്നു. കുട്ടിയുടെ പിതാവും കുടുംബവും അത് വലിയ അഭിമാന പ്രശ്നമായിട്ട് എടുത്തു. കോളേജിന്റെ അച്ചടക്കത്തിന് വേണ്ടി ഒരു നടപടി സ്വീകരിച്ചതാണ്. അവസാനം ഈ കുട്ടിയുടെ രക്ഷിതാവ് കോർട്ടിൽ പോയി, കോടതിയിൽ പോയി കേസ് കൊടുത്തു. അങ്ങനെ വലിയ ഇഷ്യൂ ആയി. അപ്പൊ അത് കോളേജിൽ പ്രിൻസിപ്പൾക്കും വലിയ തലവേദനയായി. കോടതി വരെ എത്തിയപ്പോൾ അങ്ങനെ പ്രിൻസിപ്പൾ എന്ന് പ്രൊഫസർ TP മുഹമ്മദ് കുഞ്ഞി സാഹിബാണ്. തളിപ്പറമ്പ് കോളേജിന്റെ ഒക്കെ പ്രിൻസിപ്പളായിരുന്ന പ്രൊഫസർ TP വളരെ വിഷമിച്ചിരിക്കുമ്പോൾ TPയുടെ സുഹൃത്തായ ഡോക്ടർ UVK മുഹമ്മദ് പറഞ്ഞു, മുഹമ്മദ് സാഹിബ് വിഷമിക്കണ്ട, നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാം, നമുക്ക് പാണക്കാട് തങ്ങളെ പോയി കാണാമെന്ന് പറഞ്ഞു. രണ്ടാളും കൂടിയും പാണക്കാട് തങ്ങളെ വന്ന് കണ്ടു. തങ്ങളോട് കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് സ്ഥിതി എന്ന് പറഞ്ഞു. ഒറ്റ മറുപടി പൂക്കോയത്തങ്ങൾ പറഞ്ഞു, സ്ഥാപനമാണ് വലുത്. വേറൊന്നും പറഞ്ഞില്ല. ആരും അറിയാതെ അവരെ വിളിപ്പിച്ചു, കാര്യം അവരോട് പറഞ്ഞു, അത് കൈകാര്യം ചെയ്തു, അതിന് പരിഹാരമുണ്ടാക്കി. ഒരിക്കൽ പാണക്കാട്ട് തർക്കം തീർക്കാൻ പോയ രണ്ടാള് നടന്നു വരുന്നത് പൂക്കോയത്തങ്ങൾ കൊടപ്പന വീടിന്റെ കൊലായി എന്ന് ശ്രദ്ധിച്ചു. നടന്നു വരുമ്പോ രണ്ടാളും മുമ്പിലും പിമ്പിലുമായിട്ടാണ് നടക്കുന്നത്. രണ്ടാളും തമ്മിൽ അകൽച്ചുണ്ട്. കണ്ടപ്പോ തന്നെ മനസ്സിലായി വലിയ വൈരത്തിലാണ്. ഉടനെ വന്നു. കൂടുതൽ സംസാരിക്കേണ്ടൊന്നും വന്നില്ല, കാരണം ഇവർ വലിയ വിദ്വേഷത്തിലാണ് വന്നത്. അവരെ കേസ് തീർത്തു, സമാധാനപരമായിട്ട് തീർത്ത് പറഞ്ഞയച്ചു. അതിലേറ്റവും ശ്രദ്ധേയമായ സ്ഥിതി, അതിലെ വാദി, അതിലെ അന്യായക്കാരൻ ഒരു ഹിന്ദുവും അതിലെ പ്രതി ഒരു മുസ്ലിമുമായി. എന്തായിരുന്നു കേസ്? ഈ ഹിന്ദുവായ സഹോദരന്റെ അയൽപക്കത്താണ് മുസ്ലിം പാർക്കുന്നത്. ഓരോ തവണയും ഇയാൾ വേലി കെട്ടുമ്പോൾ ഈ ഹിന്ദുവിന്റെ വളപ്പിന്ന് ഇങ്ങനെ കുറേശ്ശെ ഭൂമി എടുക്കും. ഇത് കുറെ കൊല്ലായി തുടങ്ങിയിട്ട് അവസാനം വേലി ഏകദേശം ഇങ്ങനെ കൊല്ലങ്ങളിങ്ങനെ പോണോണ്ട് ഹിന്ദുവിന്റെ മുതലന്നെ ഇല്ലാതാവും എന്നുള്ള ഘട്ടം വരെ എത്തി. ഓരോ കൊല്ലം വേലി കെട്ടുമ്പോഴും കുറെ ഭൂമി അങ്ങനെ പോവാണ്. ഇതാണ് പാണക്കാട്ടെത്തിയ കേസ്. സ്വാഭാവികമായും അന്യായക്കാരനായ ഹിന്ദുവിന് അനുകൂലമായും പ്രതിയായ മുസ്ലിമിന് എതിരായും മുസ്ലിം നേതാവായ പാണക്കാട് പൂക്കോയത്തങ്ങൾ വിധി പറഞ്ഞു. ഇതാണ് ആദർശനിഷ്ഠ, ഇതാണ് നീതിബോധം. അവനാന്റെ സമുദായം, അവനാന്റെ പാർട്ടി ഇന്ന് എന്ത് തെറ്റ് ചെയ്താലും ഞാൻ എൻ്റെ ആള് ഏത് കുറ്റവാളിക്കും ഇന്ന് എൻ്റെ ആളാണെങ്കിൽ രക്ഷയുണ്ട് എന്നുള്ളിടത്താണ് ഇന്ന് സംഗതി നിൽക്കുന്നത് എന്നുള്ളത് പരിശോധിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് രണ്ടാള് തമ്മിൽ മദീനയിൽ ഒരു തർക്കമുണ്ടായി. തർക്കം തീർക്കാൻ വേണ്ടി രണ്ടാളും കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേസ് കേട്ടു, വിധി പറഞ്ഞു. ഒരു യഹൂദനും ഒരു മുസ്ലിമും തമ്മിലായിരുന്നു തർക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധി ന്യായത്തിന്റെയും നീതിയുടെയും ഭാഗത്തായതുകൊണ്ട് യഹൂദൻ അനുകൂലവും മുസ്ലിമിന് പ്രതികൂലവുമായി. മഹാനായ പൂക്കോയത്തങ്ങൾ പിതൃ സഹോദരന്റെ സംരക്ഷണത്തിലാണ് വളർന്നത്. പിതൃ സഹോദരൻ സയ്യിദ് അലി പൂക്കോയത്തങ്ങൾ വളരെ പ്രശസ്തനായിരുന്നു. ചികിത്സാരംഗത്ത് വലിയ പ്രശസ്തിയുള്ള ചികിത്സാ വിശാരദനായിട്ട് അറിയപ്പെട്ടിരുന്നു. ദർസ് വിദ്യാർത്ഥിയായിരുന്ന പൂക്കോയത്തങ്ങൾ ദർസിൽ ഓതിയിരുന്ന കാലത്ത് തന്നെ പ്രസിദ്ധനായിരുന്നു എന്നാണ് പൂക്കോയത്തങ്ങൾ. അന്ന് തന്നെ ആളുകൾ കാണാൻ വരുന്നതാണ് പൂക്കോയത്തങ്ങളെ കാണാൻ, ഓരോരോ കാര്യങ്ങൾ പറയാൻ. അങ്ങനെ വരവ് ബുദ്ധിമുട്ടായപ്പോ കുട്ടിയുടെ പഠിപ്പിനെയും എല്ലാം ബാധിക്കുന്നു കണ്ടപ്പോ പിതൃ സഹോദരനായ സയ്യിദ് അലി പൂക്കോയത്തങ്ങൾ ഒരു സമയം നിശ്ചയിച്ചു എന്നാണ്. വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ചെറുപ്പത്തിൽ തന്നെ ഇന്ന സമയത്തെ ആളുകൾക്ക് കാണാവൂ, പഠിപ്പ് പറ്റെ മുടങ്ങിപ്പോകുന്നു വിചാരിച്ചിട്ട് ചെറുപ്പത്തിലെ അത്ര വലിയ പ്രശസ്തി പൂക്കോയത്തങ്ങളെ തേടിയെത്തിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിതാവ് സയ്യിദ് കോയഞ്ഞിക്കോയത്തങ്ങൾ മർഹൂം, അവരുടെ നിര്യാണ ശേഷം ഈ പിതൃ സഹോദരനാണ് വളർത്തിയത്. ഈ പിതൃ സഹോദരൻ ബ്രിട്ടീഷുകാര് ജനങ്ങളെ പിടിച്ചോണ്ട് പോയിട്ട് ഉപദ്രവിക്കുന്നത് കാണുമ്പോ അള്ളാഹുവേ എനിക്കിത് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ആളായിരുന്നു. അതുകൊണ്ട് അവർക്ക് കണ്ണിന്റെ കാഴ്ച പിന്നീട് നഷ്ടപ്പെടുകയുണ്ടായി. എനിക്കിത് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ആൾക്ക് കണ്ണിന്റെ കാഴ്ച വരെ നഷ്ടപ്പെട്ട് പിന്നെ ആ ക്രൂരതകൾ കാണാൻ കഴിയാത്ത അവസ്ഥ. അതുകൊണ്ട് കണ്ണില്ലാത്ത തങ്ങൾ എന്നും അവർ ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ടിരുന്നു.
1932 ഈ പിതൃ സഹോദരൻ നിര്യാണം പ്രാപിക്കുമ്പോൾ പൂക്കോയത്തങ്ങൾക്ക് 15 വയസ്സാണ്. സയ്യിദ് അലി പൂക്കോയത്തങ്ങൾ എന്ന ഈ പിതൃ സഹോദരനോടുള്ള ബഹുമാനം പൂക്കോയത്തങ്ങൾ മക്കൾക്ക് പേരിടുന്നതിൽ പോലും പാലിച്ചു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ്, സയ്യിദ് ഉമർ അലി ശിഹാബ്, സയ്യിദ് ഹൈദർ അലി ശിഹാബ്, സയ്യിദ് സാദിഖ് അലി ശിഹാബ്, സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് എന്ന 5 പേരിലും കാണുന്ന അലി റളിയല്ലാഹു അൻഹുവിനോടുള്ള ബഹുമാനം എന്നതോടൊപ്പം ഈ പിതൃ സഹോദരൻ വളർത്തിയെടുത്ത വളർത്തു പിതാവ് എല്ലാ അർത്ഥത്തിലും പൂക്കോയത്തങ്ങളുടെ വളർച്ചയുടെ പിന്നിൽ പ്രവർത്തിച്ച ഈ പിതൃ സഹോദരനോടുള്ള ബഹുമാനം അതിൽ കാണാൻ സാധിക്കുന്നു. മഹാനായ പാണക്കാട് പൂക്കോയത്തങ്ങളുടെ അന്ത്യവേള തീർച്ചയായും ഒരു അനുസ്മരണ പ്രഭാഷണത്തിൽ, പ്രത്യേകിച്ചും മഹാന്മാരുടെ ജീവചരിത്രമൊക്കെ വായിക്കുമ്പോൾ മഹാന്മാരുടെ ജീവചരിത്രത്തിൽ അവരുടെ വഫാത്തിന്റെ ഒരു അധ്യായം നമ്മൾ എപ്പോഴും കാണാറുണ്ട്. വല്ല സാലിഹുകളെ കുറിച്ച് പറയുന്ന ഏത് കിതാബിലും അവരുടെ വഫാത്തിനെ കുറിച്ച് പറയാറുണ്ട്. അതൊരു അദബായി പരിഗണിച്ചുകൊണ്ടാണ് ഞാൻ പൂക്കോയത്തങ്ങളുടെ അന്ത്യവേള ഈ അനുസ്മരണ പ്രഭാഷണത്തിന്റെ അവസാന ഘട്ടത്തിൽ പരാമർശിച്ചു പോകാൻ മാത്രം ഉദ്ദേശിക്കുന്നത്. 1975 ഏപ്രിൽ 30 പാണക്കാട് പൂക്കോയത്തങ്ങളുടെ രോഗവിവരം അറിയപ്പെടുന്നത്. അതിന്റെ 2 ആഴ്ച മുമ്പ് തന്നെ പൂക്കോയത്തങ്ങളുടെ ഭക്ഷണക്രമത്തിലൊക്കെ മാറ്റം കാണാൻ തുടങ്ങി. സാധാരണഗതിയിൽ അത്യാവശ്യം നല്ല ഭക്ഷണം കഴിക്കുന്ന പതിവായിരുന്നു, മിതമായിട്ടാണെങ്കിലും. പക്ഷേ ഈ ഘട്ടത്തിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ചില പതിവ് കാണാൻ തുടങ്ങി. വിശ്രമിക്കണമെന്ന് ബന്ധുക്കളൊക്കെ പറഞ്ഞപ്പോ, അടുത്ത ആളുകൾ പറഞ്ഞപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് പതിവ് പോലെ പറഞ്ഞു, അത്ര വലിയ അസുഖമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഏപ്രിൽ 27 ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബിന്റെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ ബാംഗ്ലൂരിൽ പോയിരുന്നു. അപ്പോഴും ഭക്ഷണത്തോട് വലിയ വിരക്തി കാണപ്പെട്ടു. ബാംഗ്ലൂർ വരെ യാത്ര ചെയ്തു പോയി. കല്യാണം പോലുള്ള സംഗതികൾ, അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ട ആളുകളുടെ അതുപോലുള്ള ക്ഷണങ്ങൾ, അതിന് പൂക്കോയത്തങ്ങൾ നൽകിയിരുന്ന സ്ഥാനം വളരെ വലുതാണ്. ആളുകൾക്ക് നൽകിയിരുന്ന പരിഗണന വലുതാണ്. പരേതനായ ടി.കെ. അബ്ദുള്ള മൗലവി ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മകൾ സുഹറയുടെ നിക്കാഹ്, ആ നിക്കാഹിന് പൂക്കോയത്തങ്ങൾ വരാമെന്നേറ്റു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അഹമ്മദാജി വിളിച്ചു പറഞ്ഞു, അന്ന് തങ്ങൾക്ക് ഒരുപാട് പരിപാടി കൂടുതലാണ്, അതുകൊണ്ട് വരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന് മുൻകൂട്ടി അറിയിച്ചു. അബ്ദുള്ള മൗലവി വളരെ വിഷമിച്ചു. കൊണ്ടോട്ടിക്കടുത്തുള്ള തുറക്കലിലെ ഒരു പരിപാടി കഴിഞ്ഞിട്ട് ടി.കെ. അബ്ദുള്ള മൗലവി പാണക്കാട്ടെത്തി. പൂക്കോയത്തങ്ങൾ ഉണ്ടായിരുന്നു ആ പരിപാടിയിൽ, ഒന്നിച്ചു വന്നു. പാണക്കാട്ടെത്തിയപ്പോ ഇത് പറയണം, സുഹറാന്റെ കല്യാണത്തിന് എങ്ങനെയെങ്കിലും വരണമെന്ന് പറയണം. അതിങ്ങനെ മനസ്സിൽ വെച്ച് നടന്നു. കോലായിൽ നിന്നപ്പോ ടി.കെ. അബ്ദുള്ള മൗലവി പറയാണ്, അകത്ത് പോയിട്ട് ഒരു വിരിപ്പും ഒരു തലയണയുമായി ഒരു കൊച്ചു കുട്ടി വരുന്ന പോലെ പൂക്കോയത്തങ്ങൾ കടന്നു വന്നെന്നാ പറയണത്. അതൊക്കെ അത് അറിയുമ്പോ നമ്മളെ ഉള്ളു നനഞ്ഞു പോകും. അബ്ദുള്ള മൗലവി അങ്ങനെ പറയണത്. അതെൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയ ഒരു അനുരണനം മനസ്സിലങ്ങനെ നിൽക്കുകയാണ്, ഒരു നനവായിട്ട് നിൽക്കുകയാണ്. അകത്ത് പോയിട്ട് ഒരു വിരിപ്പും ഒരു തലയണിയെടുത്തിട്ട് ഒരു കുട്ടി നടന്നു വരുന്ന പോലെ പൂക്കോയത്തങ്ങൾ നടന്നിട്ട് അബ്ദുള്ള മൗലവിയെ കിടക്കാൻ പോകുമ്പോൾ അബ്ദുള്ള മൗലവിക്ക് ഈ വിഷമാണ്, സുഹറാന്റെ കല്യാണത്തിനുണ്ടാവുമോ. അവ പറഞ്ഞു, ഒന്നും അങ്ങോട്ട് പറയേണ്ടി വന്നില്ല, ഞാൻ അതിന് വന്നാ പോരെ, പിന്നെന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ അതിന് വന്നാ പോരെ, പിന്നെന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ സമാധാനമായിട്ട് ടി.കെ. അബ്ദുള്ള മൗലവി കിടന്നുറങ്ങി. കല്യാണത്തിന് വന്നു, തിരക്കുകൾക്കിടയിൽ എന്നാണ് പറയുന്നത്. ഏപ്രിൽ 27 സേഠ് സാഹിബിന്റെ മകളുടെ കല്യാണത്തിന് പോയി. തിരിച്ചെത്തുമ്പോഴും ക്ഷീണം വളരെ കൂടുതൽ. ആ യാത്രയിൽ ഇളനീര് മാത്രമാണ് പൂക്കോയത്തങ്ങൾ കഴിച്ചത്. അങ്ങനെ ഭക്ഷണത്തോട് വിരക്തി വന്നു. ക്ഷീണവും വർദ്ധിച്ചപ്പോൾ CH മുഹമ്മദ് കോയ സാഹിബ്, ചാക്കീരി അഹമ്മദ് കുട്ടി സാഹിബ് ഇവരൊക്കെ വിവരറിഞ്ഞു. ഡോക്ടർമാരെ കൊണ്ട് ചികിത്സിപ്പിക്കാനും കൂടുതൽ പരിശോധന നടത്താനും ഒക്കെ തീരുമാനിച്ചു. ബാംഗ്ലൂരിൽ തന്നെ ചികിത്സിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ പൂക്കോയത്തങ്ങൾ പറഞ്ഞു, നാട്ടിൽ പോയിട്ട് മതി എന്ന് പറഞ്ഞു. വരുന്ന വഴിക്ക് ഊട്ടി വഴി വന്നിട്ട് അല്പസമയം അവിടെ വിശ്രമിക്കാമെന്ന് ആ യാത്രയിൽ പ്ലാനിട്ടിരുന്നു. ക്ഷീണം കൊണ്ട് അതൊക്കെ മാറ്റി. പിന്നെ ഡോക്ടർ ഗാന്ധിദാസ് പരിശോധിച്ചു. അദ്ദേഹത്തിന് രോഗം അല്പം അപകടകരമാണെന്ന് മനസ്സിലായി. പിന്നെ 2 ഡോക്ടർമാരാണ് വളരെ പ്രധാനമായിട്ട് പൂക്കോയത്തങ്ങളെ അവസാനമായി രോഗത്തിൽ ചികിത്സിക്കുന്നത്. ഒന്ന് അന്ന് കൊരമ്പയിൽ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ A.P. അഹമ്മദും
അദ്ദേഹം ഇപ്പോഴും വളരെ പ്രശസ്തനായ ഡോക്ടറാണ്, കോഴിക്കോടുണ്ട്, നമ്മളൊക്കെ പലപ്പോഴും കാണാറുണ്ട്. ഡോക്ടർ സി കെ രാമേന്ദ്രൻ. സി കെ രാമേന്ദ്രൻ നമ്മൾ പലപ്പോഴും കാണുമ്പോൾ സി കെ രാമേന്ദ്രൻ പൂക്കോയത്തങ്ങളെ പറ്റി സംസാരിക്കാറുണ്ട്. ഇവർ രണ്ടാളുമാണ് കാര്യമായിട്ട് ചികിത്സിച്ചത്. അബ്ദുള്ള കുട്ടി കുരിക്കളും കൊരമ്പയിൽ അഹമ്മദ് ഹാജിയും അവരെല്ലാവരും കൂടി ഡോക്ടർ എ പി അഹമ്മദിനെ കൊണ്ട് അവിടെ പരിശോധിപ്പിച്ചു. ഡോക്ടർ എ പി അഹമ്മദിന് രോഗം നേരത്തെ മനസ്സിലായി. അദ്ദേഹം സി കെ രാമേന്ദ്രനുമായി സംസാരിച്ചു. ബി വി അബ്ദുള്ള കോയ സാഹിബ്, സി എച്ച് മുഹമ്മദ് കോയ സാഹിബ്, ചാക്കിരി അഹമ്മദ് കുട്ടി സാഹിബ്, ഔഖാദർ കുട്ടി നഹാ സാഹിബ്, ഇവരെല്ലാവരും കൂടി ഡോക്ടർ സി കെയുമായി സംസാരിച്ചു. ഏപ്രിൽ 30 2 മണിക്ക് കോഴിക്കോട്ടെ വെള്ളിമാടുകുന്നിലെ നിർമ്മല ആശുപത്രിയിലേക്ക് പൂക്കോയത്തങ്ങളെ മാറ്റി. അങ്ങനെ മാറ്റി കൊണ്ടുപോകുമ്പോഴും പൂക്കോയത്തങ്ങൾ പറഞ്ഞിരുന്നതാണ് നാടൻ ചികിത്സ മതി എന്ന്. വളരെ കലശലായ രോഗമായിട്ടും അതിൻ്റെ ഒരു ഗൗരവത്തെ പറ്റിയോ അതിന് വേറെ ചികിത്സ ചെയ്യേണ്ടതിനെ പറ്റിയോ പുറത്തു പോകേണ്ടതിനെ പറ്റിയോ ചിന്തിക്കുന്നതിന് പകരം വളരെ ആ ഒരു ലളിതമായ അവസ്ഥ ചികിത്സയിൽ പോലും നമ്മളെ നാടൻ ചികിത്സ മതി എന്ന് പറഞ്ഞു. നിർമ്മല ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ പിന്നീട് നേതാക്കന്മാർ കൂടിയാലോചിച്ച് ബോംബെയിലെ വലിയ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചു. സി അച്യുതമേനോൻ മുഖ്യമന്ത്രി, മഹാരാഷ്ട്ര കോൺഗ്രസിന്റെ പ്രസിഡന്റ്, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി, മഹാരാഷ്ട്രയിലെ CPIയുടെ നേതാവ് എൻ സദാശിവൻ, ഇവരെല്ലാവരും കൂടിയാലോചിച്ച് അവരൊക്കെ അതിനൊരുപാട് സഹായം ചെയ്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ പാണക്കാട്ട് അഹമ്മദ് ഹാജി, പ്രിയപുത്രൻ സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ, അവരും ആ യാത്രയിൽ പൂക്കോയത്തങ്ങൾ അനുഗമിക്കുകയും ബോംബെയിൽ ചികിത്സക്ക് പോവുകയും ചെയ്തു. അവശതയിലും വലിയ സമാധാനമായിരുന്നു പ്രകടിപ്പിച്ചത്. സാവാൻകുട്ടി സാഹിബ് പാണക്കാട്ട് കാണാൻ വന്നു അസുഖത്തിന്റെ ഇടയിൽ. അദ്ദേഹം ചന്ദ്രികയുടെ ഷെയർ പിരിക്കാൻ വേണ്ടി പൂക്കോയത്തങ്ങളോടൊപ്പം ബോംബെയിൽ പോയപ്പോഴുണ്ടായ അനുഭവങ്ങൾ തങ്ങളോട് പറയായിരുന്നു. പാണക്കാട്ട് വന്നിട്ട് രോഗമായിട്ട് കിടക്കുമ്പോൾ അത് മുഴുവൻ കേട്ട് സന്തോഷപ്പെട്ടു. രോഗമായിട്ട് കിടക്കുമ്പോഴും അങ്ങനെ രോഗമായിട്ട് കിടക്കുമ്പോഴും ആരെങ്കിലും ചെന്നിട്ട് അങ്ങോട്ട് എന്തെങ്കിലും അസുഖം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ മറ്റുള്ളവരുടെ അസുഖത്തെക്കുറിച്ച് ഇങ്ങോട്ട് ചോദിക്കുമായിരുന്നു പാണക്കാട് പൂക്കോയത്തങ്ങൾ. അവരുടെ അസുഖം എങ്ങനെയുണ്ട്, സുഖമുണ്ടോ എന്ന് ചോദിക്കുകയായിരുന്നു. ജീവിതത്തിൽ വിശ്രമമില്ല, ഉണ്ടെങ്കിൽ അതിൻ്റെ പേരത്രേ മരണം എന്ന അല്ലാമ ഇക്ബാലിന്റെ ഒരു വാക്കുണ്ട്. ജീവിതത്തിൽ വിശ്രമമില്ല, ഉണ്ടെങ്കിൽ അതിൻ്റെ പേരത്രേ മരണം എന്ന കവിവാക്കിനെ അന്വർത്ഥമാക്കിയ, പൂർണ്ണമായും അന്വർത്ഥമാക്കിയ ജീവിതമായിരുന്നു പാണക്കാട്ട് പൂക്കോയത്തങ്ങളുടെ ജീവിതം. അസുഖത്തിനിടയിലും മധുരമായ ആ ചിരി ഒരു മാറ്റവും കൂടാതെ തുടർന്നു. മധുരമായ ചിരിയും മാധുര്യമുള്ള ചായയും അതാണ് കൊടപ്പനക്കൽ വീട്ടിൽ പാണക്കാട് പൂക്കോയത്തങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചത്. ചായ കുടിച്ചോ? ഒരാൾ കയറി വന്നാൽ ആദ്യം പറയുന്ന വാക്ക് ഇരുത്തും ആര്, പിന്നെ ചായ കുടിച്ചോ? ഈ 2 ചോദ്യം. മാധുര്യമുള്ള പുഞ്ചിരി, മാധുര്യമുള്ള ചായ. അസുഖത്തിനിടയിലും തന്നെ കാണാൻ വരുന്നവരോട് ചോദിച്ചുകൊണ്ടേയിരുന്നു ചായ കുടിച്ചോ എന്ന്. ജൂലൈ 1 UA ബീരാൻ സാഹിബ് അദ്ദേഹം ഡീലക്സ് ബസ്സിൽ തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് മലപ്പുറത്ത് ചെന്നു. മലപ്പുറത്ത് ചെന്നപ്പോൾ ജൂലൈ 1 പാണക്കാട്ട് വിളിപ്പിച്ചു. ചെന്ന് UA ബീരാൻ സാഹിബ് അവിടെ ചെന്നപ്പോൾ ഒരുപാട് കാര്യങ്ങളെ പറ്റി സംസാരിച്ചു. ഇഞ്ചക്ഷൻ ചെയ്ത കയ്യിൽ നല്ല വേദന ഉണ്ടായിരുന്നു. എന്നിട്ടും ആ വേദന കടിച്ചമർത്തിക്കൊണ്ട് ഒന്നുമില്ലാതെ ചോദിച്ചു, ചായ കുടിച്ചോ എന്ന് ചോദിച്ചു ബീരാൻ സാഹിബിനോട്. എപ്പോഴും ചോദിക്കുന്ന ആ ചോദ്യം, ചായ കുടിച്ചോ എന്ന് ചോദിച്ചു. എന്നിട്ട് ബീരാൻ സാഹിബ് പറയാണ്, ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, കുടിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ തങ്ങളോട് പറഞ്ഞത് സത്യമാകാൻ വേണ്ടി ഞാൻ മടക്കത്തിൽ ഒരിത്തിരി ചായ അവിടെ പുറത്തുണ്ടായിരുന്ന കോപ്പയിൽ നിന്ന് എടുത്ത് കുടിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് കുടിച്ചു എന്ന് വരുത്താൻ വേണ്ടി കുടിച്ചു. മെയ് 27 ബോംബെ ടാറ്റ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പാണക്കാട് പൂക്കോയത്തങ്ങൾ പ്രവേശിപ്പിക്കപ്പെട്ടു. വിദ്യാഭ്യാസ മന്ത്രി ചാക്കീരി അഹമ്മദ് കുട്ടി സാഹിബ്, MP അബ്ദുള്ള കുരിക്കൾ MLA, പാണക്കാട്ട് അഹമ്മദ് ഹാജി എന്നിവരോടൊപ്പം പ്രിയപുത്രൻ സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളും ആ യാത്രയിൽ പൂക്കോയത്തങ്ങളെ അനുഗമിച്ചു. മെയ് 29 ബോംബെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടർ ജസ്സിവാല എന്ന പ്രശസ്തനായ ഡോക്ടർ പാണക്കാട് പൂക്കോയത്തങ്ങളെ ചികിത്സിച്ചു. രോഗം അന്ത്യഘട്ടത്തിലാണ് എന്ന് മനസ്സിലായി. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നും മനസ്സിലായി. 5ാമത്തെ ദിവസം മരുന്നും വാങ്ങി നാട്ടിലേക്ക് മടങ്ങി.
ധാരാളം ജനങ്ങൾ ബോംബെയിൽ തടിച്ചുകൂടി. ജൂലൈ 1 രോഗം കൂടുതലായി. 2 രാത്രി രക്തം ഛർദ്ദിച്ചു. ഡോക്ടർ അടിയന്തര ചികിത്സ നൽകി. 5 രാത്രി വീണ്ടും രോഗം കലശലായി. 6 പിറ്റേന്ന് രാത്രി 8:13 മഹാനായ പാണക്കാട് PMSA പൂക്കോയ തങ്ങൾ ഇഹലോകവാസം വെടിയുകയും പരലോകയാത്ര ചെയ്യുകയും ചെയ്തു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പാണക്കാട് പൂക്കോയ തങ്ങളുടെ ദിനചര്യ കൂടി ചുരുക്കത്തിൽ പരാമർശിക്കുകയാണ്. 4:30 മണിക്ക് എഴുന്നേൽക്കുന്നു. ഇതിലൊക്കെ ഒരുപാട് മാതൃകകൾ ഉള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം പരാമർശിക്കുന്നത്. 4:30 മണിക്ക് എഴുന്നേൽക്കുന്നു. കാലത്ത് വുളു ചെയ്യുന്നു, സുന്നത്ത് നമസ്കരിക്കുന്നു. സുബഹിക്ക് മുമ്പുള്ള തഹജ്ജുദ് വേളയിലെ സുന്നത്ത് നമസ്കരിക്കുന്നു. ലോകത്ത് വലിയ മഹാന്മാരുടെ ജീവചരിത്രം പരിശോധിക്കുമ്പോൾ എല്ലാവരിലും ഒരുപോലെ കാണാൻ കഴിയുന്ന ഒരു സ്വഭാവമാണ് ഏർലി റൈസിംഗ് എന്ന് ഇംഗ്ലീഷ് പറയുന്ന കാലത്തുണര. ഇന്ന് കാലം മാറിയിരിക്കണം. ഇന്ന് രാത്രി ഉറക്കളക്കുക, നേരം വെളുത്തിട്ട് ഉറങ്ങുക, ഒക്കെ കിഴുക്കാൻ തൂക്കാവുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആവശ്യമില്ലാത്ത കാര്യത്തിന് ആളുകൾ രാത്രി ഉറക്കളക്കുന്നു. രാത്രി എത്ര ഉറക്കളച്ചാലും പൂക്കോയ തങ്ങൾ 4:30 മണിക്ക് എഴുന്നേൽക്കുന്നു, വുളു ചെയ്യുന്നു, സുന്നത്തുകൾ നമസ്കരിക്കുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു. എനിക്ക് അല്ലാമ ഇഖ്ബാലിനെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ കാലത്ത് അത്താഴവേളയിൽ ഉണരുന്നതിനെ കുറിച്ച് ഇത്രയേറെ പറഞ്ഞ ഒരാളെ ഞാൻ അല്ലാമ ഇഖ്ബാലിനെ പോലെ കണ്ടിട്ടില്ല. എത്ര കവിതകളാണ്. അല്ലാഹുവേ, ചെറുപ്പക്കാർക്ക് അത്താഴവേളയിലെ വിലാപം കൊടുക്കണേ. സഹർ, അത്താഴം കഴിക്കുന്ന ഈ സമയമാണത്, സുബഹിക്കുമുള്ള സമയം. ആ സമയത്ത് ഉണർന്നിട്ടൊന്ന് നെടുവീർപ്പിടാനുള്ള ഭാഗ്യം കൊടുക്കണേ. അതൊരു ഭാഗ്യമാണ്. ലോകം ഉറങ്ങിക്കിടക്കുന്ന ആ സമയത്ത് എഴുന്നേറ്റിട്ട് നെടുവീർപ്പ്. എനിക്ക് ഒരു സംശയവുമില്ല, പാണക്കാട് പൂക്കോയ തങ്ങൾ ലോകം ഉറങ്ങിക്കിടക്കുമ്പോ രാത്രിയുടെ ആ അന്ത്യയാമത്തിലെ നെടുവീർപ്പാണ് പാണക്കാട് പൂക്കോയ തങ്ങളെ ഈ മഹത്വത്തിലേക്ക് മുഴുവൻ ഉയർത്തിയത്. ലോകത്തിലെ ഏത് മഹത്തുക്കളുടെ ജീവചരിത്രം പഠിച്ചോളൂ, അത് കാണാൻ സാധിക്കും. ഏറ്റവും കാലത്തുണരുന്നു. സുബഹിക്കല്ല, സുബഹിയുടെ മുമ്പുള്ള ഉണർച്ചയെ പറ്റിയാണ് ഈ പറയുന്നത്. അത് വല്ലാത്തൊരു സൗഭാഗ്യമാണ്. അപൂർവം ആളുകൾക്ക് മാത്രം കൈവരുന്ന സൗഭാഗ്യമാണ്. ഉറക്കിനെയും ഇഹലോക സുഖങ്ങളെയും പരിധി വിട്ട് സ്നേഹിച്ച് അതിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നവർക്ക് ജീവിതത്തിൽ ഊഹിക്കാൻ പോലും കഴിയാത്ത സൗഭാഗ്യമാണ്. എന്നാൽ അത് കിട്ടിയവരോ അവരെത്ര വൈകി കിടന്നാലും അവരെഴുന്നേൽക്കും. അല്ലാമ ഇഖ്ബാൽ മറ്റൊരു കവിതയിൽ പറയുന്നുണ്ട്, റാസിയാകട്ടെ, റൂമിയാകട്ടെ, ഗസാലിയാകട്ടെ, അവർക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ പുലർകാലത്തെ അത്താഴവേളയിലെ വിലാപം കൊണ്ടാണ് കിട്ടിയത്. ഈ സമയത്ത് ഉണർന്നത് കൊണ്ടാണ് അവർക്ക് ലഭിച്ചതൊക്കെ ലഭിക്കാനിടയായത് എന്ന് പറയുന്നു. മഹാനായ പാണക്കാട് PMSA പൂക്കോയ തങ്ങൾ 4:30 മണിക്ക് എഴുന്നേൽക്കുന്നു, വുളു ചെയ്യുന്നു, സുന്നത്തുകൾ നമസ്കരിക്കുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു, അടുത്ത മസ്ജിദിൽ ചെന്ന് സുബഹി നമസ്കരിക്കുന്നു, വാട്ടിയ 2 കോഴിമുട്ടയും ചായയും രാവിലെ കഴിക്കുന്നു, പച്ചവെള്ളത്തിൽ കുളിക്കുന്നു. ധാരാളം ഉറക്കൊഴിച്ചിട്ടാണ് ജീവിക്കുന്നത്. സുബഹിക്ക് ശേഷം അല്പസമയം വിശ്രമിക്കുന്നു. പക്ഷെ അങ്ങനെ ഉറക്കുണ്ടായിട്ടും സുബഹിക്ക് ശേഷം കിടക്കല്ലാതെ സുബഹിയുടെ സമയത്തോ അതിന് മുമ്പോ കിടക്കുന്നില്ല. 1 മണിക്കൂർ ഉറങ്ങുന്നു. അപ്പോഴേക്ക് കുളിച്ച് തയ്യാറായി ആളുകളെ സ്വീകരിക്കാൻ വരുന്നു. വളരെ വലിയ വൃത്തി, നല്ല വെടുപ്പ്, നല്ല വ്യക്തിത്വം. അന്നത്തെ കാലത്ത് കോട്ടും സൂട്ടും അണിഞ്ഞ് പാണക്കാട് പൂക്കോയ തങ്ങൾ നിൽക്കുന്ന ഫോട്ടോ കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. വേഷവിധാനത്തിൽ, നടപ്പിൽ, ഇരിപ്പിൽ, വസ്ത്രധാരണത്തിൽ വളരെ ലളിത വസ്ത്രമാണ്, ലളിത ജീവിതമാണ്. എന്നാലും വൃത്തി, വെടുപ്പ്, ഗാംഭീര്യം, വ്യക്തിത്വം, അന്തസ്സ്, യശസ്, അത് മുഴുവൻ ചൂടി നിൽക്കുന്ന പാണക്കാട് പൂക്കോയ തങ്ങളെ കാണുമ്പോ അത്ഭുതപ്പെട്ടു പോകും. എവിടെയെങ്കിലും യാത്ര പോയാൽ പൂക്കോയ തങ്ങൾക്ക് ആളുകളുടെ വീടുകളിൽ താമസിക്കാനായിരുന്നില്ല താല്പര്യം. കഴിയുന്നിടത്തോളം വല്ല TBയിലോ വല്ല ഗസ്റ്റ് ഹൗസുകളിലോ വല്ല ഹോട്ടൽ ലോഡ്ജിങ്
സ്ഥലങ്ങളിലോ ആയിരുന്നു താമസിക്കാൻ. അപൂർവമായിട്ടേ വീടുകളിൽ താമസിച്ചിരുന്നുള്ളൂ. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം സുബ്ഹിക്ക് മുമ്പ് എണീറ്റിട്ടുള്ള ഈ ദിനചര്യ അതാ വീട്ടുകാർക്ക് തടസ്സമാകരുത്, അവർക്ക് വിഷമമാകരുത്. കാലത്തെണീക്കണം, കുളിക്കണം, നന്നായിട്ട് ഡ്രസ് ചെയ്യണം, ഒരുങ്ങണം, നേരത്തെ ഒരുങ്ങണം. പകല് മുഴുവനും രാത്രി ആളുകൾക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട ജീവിതമാണ്. അതിനുവേണ്ടി ഒരുങ്ങണം. മിക്കവാറും 22 മണിക്കൂർ ജനസേവനം, ഒരു 2 മണിക്കൂർ ഉറക്കും. വസ്ത്രമണിഞ്ഞ ആളുകളെ സ്വീകരിക്കാൻ വരുന്നു. അല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനുമാണ് എന്നെഴുതി വെച്ച ബോർഡിന്റെ താഴെ, ചുമരിൽ അത് തൂക്കിയ ബോർഡിന്റെ താഴെ, കൈയുള്ള കസേരയിൽ 8 മൂലയുള്ള മേശയുടെ മുമ്പിലായി വാതിലിന്റെ അടുത്തായി പാണക്കാട് പൂക്കോയത്തങ്ങൾ ഇരിക്കുന്നു. തൊട്ടപ്പുറത്ത് വലിയൊരു മേശ, ആ മേശയിൽ ചായപാത്രം, ധാരാളം കപ്പുകൾ, വരുന്നവർക്ക് മുഴുവൻ വിളമ്പാനുള്ള ചായ. ആളുകൾ പറയുന്നത് മുഴുവൻ കേൾക്കുന്നു. മാക്രോപോളോ സിഗരറ്റിന്റെ മണം, വേറെ യാതൊരു സംഗതിയില്ല, ഒരു മുറുക്ക് പോലും ഇല്ല, ഒരു പുകയില പോലും ഉപയോഗിക്കൂല. ആ സിഗരറ്റിന്റെ മണം പരിസരത്ത് മുഴുവൻ പരക്കുന്നു. അതിനൊരു സുഗന്ധമുള്ള സിഗരറ്റുമായിരുന്നു. 10,000-ന്റെ വിഷയങ്ങൾ 100 രൂപ കൊണ്ട് തീർക്കുന്ന ആ ജീവിത വിശുദ്ധി കൂടെയുള്ളവരെ പാണക്കാട് തങ്ങൾ അതിരറ്റ് സ്നേഹിച്ചു. പണത്തോട് യാതൊരു ആഭിമുഖ്യവും കാണിച്ചില്ല. പാണക്കാട്ട് ഖജാനയില്ല, പാണക്കാട്ട് പണപ്പെട്ടിയില്ല എന്ന് പാണക്കാട്ട് അഹമ്മദാജി പറഞ്ഞിട്ടുണ്ട്. ആളുകളെ രഹസ്യമായി സഹായിച്ചു. അന്നന്ന് വരുന്നത് അന്നന്ന് നിർധനർക്കും അശരണർക്കും ആശ്രയിക്കുന്നവർക്കും നൽകി. പാണക്കാട്ടും അയൽ പ്രദേശവുമുള്ള നിരവധി കുടുംബങ്ങൾ പൂക്കോയത്തങ്ങളെ ആശ്രയിച്ച് ജീവിച്ചു. ബന്ധുക്കൾ, അറിയുന്നവർ, പരിചയക്കാർ, അല്ലാത്തവർ. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രത്യേക ചിട്ടയൊന്നും പൂക്കോയത്തങ്ങൾക്കുണ്ടായിരുന്നില്ല. എന്നാൽ പൂക്കോയത്തങ്ങൾ ഒരിക്കൽ പോലും ചിട്ട കൈവിടാതെ പാലിച്ചിരുന്നൊരു സംഗതി ഉണ്ടായിരുന്നു. അത് നമസ്കാരമായിരുന്നു. ഭക്ഷണത്തിൽ പ്രത്യേക ചിട്ട ഉണ്ടായിരുന്നില്ല. ഏത് യാത്ര പോകുമ്പോഴും സമയമെത്തിയാൽ മസ്ജിദിന്റെ അടുത്ത് വണ്ടി നിർത്തും, നമസ്കരിക്കും. വെളുത്ത വസ്ത്രമാണ് ഇഷ്ടം. വെളുത്ത വസ്ത്രം അണിഞ്ഞു, പ്രാധാന്യത്തോടുകൂടി റമദാനിനെ സ്വീകരിച്ചു. സുന്നത്ത് നോമ്പുകൾ അതിൽ കൂടുതൽ വർദ്ധിപ്പിച്ചു. വീട്ടുജോലിക്കാർ പോലും തനിക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നത് പൂക്കോയത്തങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല. എപ്പോഴെങ്കിലും ഷൂസ് കയ്യിലെടുക്കേണ്ട സമയം വന്നാൽ ആ ഷൂസ് മറ്റുള്ളവർ ചുമക്കുന്നതിന് പകരം സ്വന്തം കൈകൊണ്ട് ചുമന്ന് പൂക്കോയത്തങ്ങൾ നടന്നുപോയി. ഈ സംസാരം പ്രശസ്തനായ കവി ഒ ആബു സാഹിബിന്റെ ഒരു കവിത ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജനിച്ചു മലബാറിൽ മണ്ണിലെ പുണ്യശ്ലോകൻ, ധന്യനായി ജീവിക്കവേ ചിക്കെന്നു മറഞ്ഞുപോയി. അന്ധകാരാവൃതമാം രാവിന്റെ വിരിമാറിൽ പൊന്നൊളി പരത്തുവാൻ പിറന്ന മിന്നൽ പോലെ. ഭയങ്കര രസകരമായിട്ടുള്ള ഒരു വിവരണമാണ്. ഇരുട്ട് നിറഞ്ഞ രാത്രിക്ക് വെളിച്ചം നൽകാൻ വന്ന മിന്നൽ പോലെ പൂക്കോയത്തങ്ങൾ വന്ന് മറഞ്ഞുപോയി. പൂക്കോയത്തങ്ങൾ നിര്യാണം പ്രാപിക്കുമ്പോൾ അധിക പ്രായമൊന്നും ആയിട്ടില്ല. യൗവനം പോലും അവസാനിച്ചിട്ടില്ല എന്ന് പറയണം. നല്ല ചെറുപ്പത്തിന്റെ ഇസ്സത്തിൽ ജീവിക്കുകയും ചെറുപ്പത്തിന്റെ ഇസ്സത്തിൽ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്ത മഹാത്മാവാണ് പൂക്കോയത്തങ്ങൾ. അതുകൊണ്ട് ഈ ഉപമ വളരെ ഉചിതമായിരിക്കണം. രാത്രിയുടെ ഇരുട്ടിനെ നീക്കാൻ വന്ന മിന്നൽ പോലെ വന്നുപോയി. മിന്നൽ അത്ഭുതമാണ്, പക്ഷെ മിന്നലിന് അധികം സമയമില്ല. അന്ധകാരാവൃതമാം രാവിന്റെ വിരിമാറിൽ പൊന്നൊളി പരത്തുവാൻ പിറന്ന മിന്നൽ പോലെ. ചിന്തകൾ തളരുന്നു, കണ്ണുകൾ നിറയുന്നു, ജനിച്ചു മലബാറിൽ മണ്ണിലെ പുണ്യശ്ലോകൻ. പാണക്കാട്ടധിഖ്യാത സയ്യിദിൻ മകനായി, പാണക്കാട്ടധിഖ്യാത സയ്യിദിൻ മകനായി ജനിച്ചു PMSA പൂക്കോയത്തങ്ങൾ. കേൾക്കൂ, എന്തൊരു രസമുണ്ടല്ലേ. സാലിഹിനെ ഓർക്കുന്നത് ഇബാദത്താന്ന് റസൂലുള്ള പറഞ്ഞത് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ അനുഭവിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സാലിഹിനെ, കടന്നുപോയ ഒരു സാലിഹിനെ ഓർക്കുന്നത് പോലും ഇബാദത്താണ്
എന്ന പുണ്യ റസൂലിന്റെ വാക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം മണിക്കൂർ കഴിഞ്ഞിട്ടും പിരിയാത്ത ഈ സദസ്സിൽ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ കൽബുകൊണ്ട് അനുഭവിക്കണം. ആതുരർക്കാലംബമായി രോഗിക്ക് ബിഷക്കായും വേദനപ്പെടുന്നോർക്ക് നോവാറ്റും മിത്രമായും കണ്ണീരിൽ കുതിരുന്ന ജീവിതം തുടച്ചൊരു പുഞ്ചിരി തട്ടിൽ വെക്കും സന്തോഷദാതാവായും. കണ്ണീര് കുടിച്ചു കഴിയുന്നവന്റെ തളികയില് തട്ടില് ഒരു പുഞ്ചിരി വെച്ചു കൊടുത്തിട്ട് അവനെ സന്തോഷിപ്പിക്കുന്ന ആളാവുക. പുണ്യ റസൂലിനോട് ആരാണ് ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റുള്ളവരോട് ഏറ്റവും നന്നായിട്ട് പെരുമാറുന്നവൻ എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടിയും പറഞ്ഞു. പാണക്കാട്ട് പൂക്കോയത്തങ്ങളെ ഇടിനാഥെന്ന് വിളിച്ചോളൂ, പാണക്കാട്ട് പൂക്കോയത്തങ്ങളെ കൊടുങ്കാറ്റെന്നും വിളിച്ചോളൂ, പാണക്കാട്ട് പൂക്കോയത്തങ്ങളെ ഇളങ്കാറ്റെന്നും വിളിച്ചോളൂ, പാണക്കാട്ട് പൂക്കോയത്തങ്ങളെ വസന്തം എന്നും വിളിച്ചോളൂ, പാണക്കാട്ട് പൂക്കോയത്തങ്ങളെ വസന്തോത്സവം എന്നും വിളിച്ചോളൂ. വസന്തോത്സവം, ഈ കേരളത്തെ തഴുകാൻ വന്ന ഒരു വസന്തോത്സവം. വസന്തം വരുമ്പോഴാണ് പൂക്കള്, തളിര്, കായ്കനികള്, നല്ല രസമുള്ള മണം. അങ്ങനെ ഒരാൾ വന്നുപോയി, അങ്ങനെ ഒരു വസന്തം വന്നുപോയി. അത് കിട്ടിയവർക്ക് കിട്ടി അതിന്റെ നറുമണം. പക്ഷെ അതിന്റെ നറുമണം ഇന്നും നിലനിൽക്കുന്നു നമ്മുടെ നാട്ടിൽ. ദീനിന്റെ പ്രമാണത്തിൽ തെറ്റാതെ നിഷ്ഠനായും ദീനിന്റെ സരണിയിൽ നിത്യയാത്രികനായും 24 മണിക്കൂറും ദീനിൽ തന്നെ. വീട്ടിലും ദീനില്, വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും ദീനില്. മസ്ജിദ് ഉദ്ഘാടനം, മദ്രസ ഉദ്ഘാടനം, യതീംഖാന ഉദ്ഘാടനം, ഒരു കൈകൊണ്ട് എത്ര സ്ഥാപനം തുറക്കാമോ. ലോക ചരിത്രത്തിൽ ഒരാളുടെ പുണ്യമുള്ള കയ്യിൽ നിന്ന് ഇത്രയേറെ കല്ല് താഴേക്ക് വീണിട്ട് ആ ഓരോ കല്ലും മണിസൗധമായി, താജ്മഹലിനേക്കാൾ വലിയ മന്ദിരമായി, രമ്യഹർമ്മമായി, ആളുകൾക്ക് വിദ്യ പകരുന്ന വിദ്വൽ ഗോപുരങ്ങളായി, ആളുകൾക്ക് ആശ നൽകുന്ന ആതുരാലയങ്ങളായി, പ്രത്യാശ നൽകുന്ന അഭയ കേന്ദ്രങ്ങളായി മാറിയത് ചരിത്രത്തിൽ തന്നെ ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഇന്നും അത് തുടരുന്നു. പാണക്കാട്ട് പൂക്കോയത്തങ്ങൾക്ക് അള്ളാഹു നൽകിയ വലിയൊരു ഭാഗ്യം, പൂക്കോയത്തങ്ങളെ കൊണ്ട് ഈ കാരുണ്യ പ്രവാഹം, ഈ മഹത്വ പ്രവാഹം അവസാനിച്ചില്ല എന്നുള്ളതാണ്. അവസാനിച്ചില്ല. ആ മഹത്വം മക്കളിലൂടെ പ്രവാഹം കൊള്ളുക. പാണക്കാട്ടെ സാഗരത്തിൽ നിന്ന് പഞ്ചനദികൾ ഒഴുകി സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ. ഉമർ അലി ശിഹാബ് തങ്ങളെ പറ്റി ഇതുപോലെ പറയേണ്ട വലിയൊരു വിഷയമാണ്. കഴിഞ്ഞൊരു ദിവസം വേങ്ങരക്കടുത്ത് ഒരു അനുസ്മരണ സമ്മേളനത്തിൽ ഈ വിനീതൻ ഉമർ അലി തങ്ങളുടെ ഒരു അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കുകയുണ്ടായി. മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. അതിൻ്റെ ഒരു തുടർച്ച സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ അതേമാതിരി വർണ്ണ വൈവിധ്യം, മഴവില്ല് പോലെ വിവിധ നിറങ്ങളുള്ള ഒരു മഴവില്ല് പോലെ ആ സന്താനങ്ങളുടെ ആ ഒരു വലിയ മഹത്വം അള്ളാഹു അത് നിലനിർത്തുകയും അള്ളാഹു അതിന് തൗഫീക്ക് വർദ്ധിപ്പിക്കുകയും ഇസ്സത്ത് ഏറ്റുകയും ആ മഹിമയെ ഉയർത്തുകയും ചെയ്യട്ടെ. ആ വലിയ പിതാവിന് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമ്പോ ഈ മക്കൾക്ക് കൂടുതൽ യശസ്സും കൂടുതൽ ഓജസ്സും കൂടുതൽ തൗഫീക്കും ആഫിയത്തും എല്ലാം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ദീനിന്റെ സരണിയിൽ നിത്യയാത്രികനായും മതത്തെ ജനത്തെയും രാജ്യ താൽപര്യത്തെയും നീതിക്ക് ചേരും വിധം സേവിച്ച ധന്യാത്മാവ്. മതം, ജനം, രാജ്യം. മാനത്തിൻ മടിത്തട്ടിൽ കിടന്നുല്ലസിക്കവേ മേഘത്തിനുള്ളിൽ പെട്ട താരം പോൽ മറഞ്ഞുപോയി. മാനത്തിൻ മടിത്തട്ടിൽ കിടന്നുല്ലസിക്കവേ മേഘത്തിനുള്ളിൽ പെട്ട താരം പോൽ മറഞ്ഞുപോയി. ഒരു നക്ഷത്രം അങ്ങനെ ആകാശത്ത് ഉദിച്ചു നിൽക്കുമ്പോ ഒരു കാർമേഘം അങ്ങോട്ട് വരുമ്പോ ആ നക്ഷത്രത്തെ അങ്ങോട്ട് മൂടിക്കളയുമ്പോ നമുക്കൊരു വിഷമം ഉണ്ടാവും. അങ്ങനെ പൂക്കോയത്തങ്ങൾ മറഞ്ഞുപോയി. നക്ഷത്രം മറിഞ്ഞിട്ടില്ല, നക്ഷത്രത്തെ കാർമേഘം വന്ന് മൂടിയിട്ടേ ഉള്ളൂ. ആ നക്ഷത്രം മറിഞ്ഞിട്ടില്ല. പൂക്കോയത്തങ്ങൾ എന്ന നക്ഷത്രം ഇന്നും ജ്വലിക്കുന്നു. പൂക്കോയത്തങ്ങൾ എന്ന നക്ഷത്രങ്ങൾ എന്ന് വരെ പറയാം. പഞ്ചനക്ഷത്രങ്ങളായി, സന്താന സൂര്യകളാകുന്ന പഞ്ചനക്ഷത്രങ്ങളായി ജ്വലിക്കുന്ന പോലെ സ്ഥാപനങ്ങളായി, സുഹൃതങ്ങളായി,
പുണ്യങ്ങളായി ജ്വലിക്കുന്നു. കേരള മുസൽമാന്റെ ചക്രവാളത്തിൽ നോക്കൂ, സ്വൈര്യവും സന്തോഷവും തലചാച്ചുറങ്ങിപ്പോയി. ഈ നക്ഷത്രങ്ങൾ മറഞ്ഞതോടെ നമ്മളെ സ്വൈര്യം പോയി, നമ്മളെ സന്തോഷം പോയി. കേരള മുസൽമാന്റെ ചക്രവാളത്തിൽ നോക്കൂ, സ്വൈര്യവും സന്തോഷവും തലചാച്ചുറങ്ങിപ്പോയി. ജനിച്ചു മലബാറിൽ മണ്ണിലെ പുണ്യശ്ലോകൻ, ധന്യനായി ജീവിക്കവേ ചിക്കെന്നു മറഞ്ഞുപോയി. അന്ധകാരാവൃതമാം രാവിന്റെ വിരിമാറിൽ പൊന്നൊളി പരത്തുവാൻ പിറന്ന മിന്നൽ പോലെ. ഈ പരിപാടിയെ വളരെ സ്നേഹിച്ചിട്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ കടന്നുപോയത്. കഴിഞ്ഞ കുറേ ദിവസം ഏത് സദസ്സിൽ എവിടെ കണ്ടാലും അഭിവന്ദനായ എൻ്റെ നേതാവ് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ ഈ യോഗത്തെപ്പറ്റി, ഈ സദസ്സിനെപ്പറ്റി പറയാറുണ്ടായിരുന്നു. എൻ്റെ 2 സുഹൃത്തുക്കളെ ഇവിടെ അനുസ്മരിക്കാതെ ഞാനിവിടെ ഇറങ്ങിപ്പോകുന്ന നന്ദികേടായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുഹമ്മദ് അലി, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പുന്നത്തല ഹംസാജി. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ എപ്പോഴൊക്കെ കണ്ടോ പൂക്കോയ തങ്ങളുടെ ഈ അനുസ്മരണത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അവരുടെ സ്നേഹവും സമ്പർക്കവും എൻ്റെ ഈ ഓർമ്മകളിൽ കൂടുതൽ കണ്ണീരും നനവും സൃഷ്ടിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂക്കോയത്തങ്ങൾ കൊണ്ടു നടന്ന മഹിത മൂല്യങ്ങളെ കൊണ്ട് നടക്കുവാൻ നമുക്ക് അനുഗ്രഹം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ വല്ല പിഴവോ മറ്റോ ഉണ്ടെങ്കിൽ വേദിയിലുള്ള മഹാനായ പൂക്കോയത്തങ്ങളുടെ പുത്രൻ സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ എന്നോട് പൊറുക്കണം, മാപ്പാക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മഹാശയ പൊന്നിലാവ് സയ്യിദ് PMS മൃതിയായി. മഹാമനസ്കര വിരഹം നാട്ടിൽ അനന്ത ദുഃഖം പാടുകയായി. മഹിതല പൂങ്കാവനം പാണക്കാട്ടിലെ ദീപം പൊലിഞ്ഞു പോയി. മഹൽബുദത്തിൻ പൂന്തണൽ ചെയ്ത് മനോജ്ഞ പുഷ്പം കൊഴിഞ്ഞുപോയി. സഹോദരൈക്യത്തിൻ്റൊരു പുണ്യ സഹായ ഹസ്തം മറഞ്ഞുപോയി. സമർത്ഥനായൊരു സമുദായത്തിൻ സേവനതാരം മറഞ്ഞുപോയി. മഹാശയ പൊന്നിലാവ് സയ്യിദ് PMS മൃതിയായി. സഹിക്ക് ചേരും കൊടപ്പനക്കലെ ഭവനം മാത്രം സ്മരണയായി. സകല കേസ് വിചാരണ ചെയ്യും കോടതി പീഠം കേഴുകയായി. സഹസ്രദണ്ണം ഭ്രാന്തുകൾ മാറ്റും മഹാനർ സയ്യിദ് മർഹൂമായി. ആഹൽ ബൈത്തിലെ അംബുജമേനി ആഴം ഖബറിൽ മറഞ്ഞുപോയി. മഹാശയ പൊന്നിലാവ് സയ്യിദ് PMS മൃതിയായി. ജന്നാത്തുൽ ഫിർദൗസിന്റെ ശൗഖിൽ മന്നാനെ ഇവരെ ചേർക്കണമേ. ജന്മാജന്മം ശാന്തിയും ഇവരിൽ നന്മകളേറ്റി പോറ്റണമേ. ഇന്നുമെന്നും സ്മരണയിൽ തങ്ങും PMS പാവനമേ. PMS പാവനമേ. ഇന്നാലില്ലാഹി വ ഇന്ന ഇലൈഹി റാജിഊൻ വാക്യം കേവലമേ. മഹാശയ പൊന്നിലാവ് സയ്യിദ് PMS മൃതിയായി.